ശബ്ദം ഉയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാൽ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസം പകൽ സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം പിന്നെയും ഒരുക്കി തന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തന്മാരായ അഭിഷക്തന്മാരിൽ കൂടെ ദൈവിക ആലോചനകൾ നമ്മെ അറിയിച്ച് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്നും നമ്മൾ പ്രതീക്ഷയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുകയാണ്. ഇതുവരെയും ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ആരാധന, ദൈവ സാന്നിധ്യമെല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വന്നു ചേർന്ന ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ് വേദിയിലും സദസ്സിലും ആയിരിക്കുന്നു. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മധ്യേ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നു ചേർന്ന നാം സ്നേഹിക്കുന്ന അഭിഷക്തൻ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നു. അപ്പോൾ തന്നെ ക്രൈസ്തവ ലോകത്ത് ഒരു അഭിമാനമായി, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിന് വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പാസ്റ്ററാണ് സുഭാഷ് കുമരകം. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്, അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസമുള്ളവർക്ക് 2 കരവും ഉയർത്തി ഇടി മുഴക്കത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ്. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ മൈക്ക് കൈമാറുകയാണ്. ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം വായിച്ചിട്ട് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. ശിമോൻ പത്രോസ് യേശുവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് യേശുവിൻ്റെ മറുപടി, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. ഒരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ട് ദൈവമക്കൾ. എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയങ്ങളെ ദീർഘദിവസങ്ങളായി നടക്കുന്ന ഈ ഉപവാസത്തിൻ്റെ ആത്മതപനത്തിൻ്റെ 12ാമത്തെ ദിവസം ഇന്ന് ഈ പകല് നമ്മോട് ഒരു വാക്ക് സംസാരിപ്പാൻ, നമ്മെ ഒന്ന് തൊടാൻ, നമ്മെ സൗഖ്യമാക്കാൻ, നമ്മെ വിടുവിപ്പാൻ തേജസ് ഉടുത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ നിൽക്കുകയാണ്. ആരോടും പറയാതെ നാം അനുഭവിക്കുന്ന ഭാരങ്ങൾ, വേദനകൾ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ, ഇന്ന് പകൽക്കാലം അതിൻ്റെ ആഴത്തിൽ നിറവേറാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഒരിക്കലും നിന്റെ കരത്തിൽ അത് എത്തത്തില്ലെന്ന് പിശാച് വാദിക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ആ വാഗ്ദത്തങ്ങൾ നിന്റെ കരത്തിലെത്തിക്കാൻ, ആ വാഗ്ദത്തങ്ങൾ നിന്റെ കരത്തിലെത്തിക്കാൻ, ആ വാഗ്ദത്തങ്ങൾ നിന്റെ കരത്തിലെത്തിക്കാൻ, ആ വാഗ്ദത്തങ്ങൾ നിന്റെ തലമുറയുടെ കരത്തിലെത്തിക്കാൻ ചേർന്നൊന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹോളി സ്പിരിറ്റ് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ഈ ദിവസത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയും. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ.
ആലോചന ഞങ്ങളെ അറിയിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ M.A. വർഗീസ് പാസ്റ്റർ ദീർഘവർഷങ്ങളായി തുടരുന്ന ആത്മീക ബന്ധവും സ്നേഹവുമുണ്ട്. ആ പ്രിയ കുടുംബത്തെ ഓർത്ത്, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ തോമസ് കുട്ടി പാസ്റ്ററെ ഓർക്കുന്നു. കർത്താവ് നൽകിയ നല്ല നിമിഷങ്ങൾക്ക് നന്ദി. എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും വിശേഷാൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ എനിക്കും കൂടെ നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തെ ഭാഗ്യമായിട്ട് കാണുകയും സഭയ്ക്ക് ഒരിക്കൽ കൂടെ വന്ദനം പറഞ്ഞ് എൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഈ ഡോക്ടറുടെ പേനായിലും ഡോക്ടർ ഇരിക്കുന്ന ക്യാബിനിലുമല്ല സൗഖ്യം ഇരിക്കുന്നത് മരുന്നിലാകയാൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ദൂതിൽ ഇന്ന് പകൽ ആശ്രയിക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കാൻ അപേക്ഷിക്കുകയാണ്. ഒരിക്കലും കറണ്ട് പോകാത്ത ഈ ടൗണിൽ ഇന്ന് വിശാലമായിട്ട് കറണ്ടും കൂടെ പോയി രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ നിൽക്കുകയാണ്. ഇരിക്കുന്ന ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഞാൻ എപ്പോഴും പറയും, 430 വർഷത്തെ ബന്ധനം അഴിക്കാൻ മോശയുടെ കയ്യിൽ തമ്പുരാൻ കൊടുത്തു വിട്ടതൊരു പ്രവചനമല്ല, ഒരു വചനമായിരുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ഒരൊറ്റ വാക്ക് മിസ്രൈമിൻ്റെ നരകാധിപത്യങ്ങളെ ആമൻ തകർത്തെറിയാൻ ആ വചനത്തിന് ശക്തിയുണ്ടെങ്കിൽ, ഒരുപക്ഷെ യോഗമാശീർവാദം പറയുന്നതിന് മുമ്പ് ഒരൊറ്റ വചനം നിങ്ങളുടെ കൈ കിട്ടിയാൽ മതി. ഒരൊറ്റ വചനം, അത് നിങ്ങളുടെ ജീവിതത്തിന് സമൂലമായ പരിവർത്തനമുണ്ടാക്കുമെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുകയാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് അസാധാരണമായ ഒരു ഗ്ലോറിയിലാണ് ഈ പുസ്തകത്തിൻ്റെ മുന്നേറ്റങ്ങൾ. ഞാൻ ഈ പറയുമ്പോൾ ബാക്കിയുള്ള എഴുത്തുകളെല്ലാം ഗ്ലോറിയിലല്ല എന്നുള്ള ആശയമല്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തുമ്മിയാലും തുപ്പിയാലും അതിനർത്ഥം കണ്ടെത്തുന്നൊരു കാലം. അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ഈ പറയുന്നത് എടുക്കണം. മത്തായിക്ക് യേശുവിൻ്റെ രാജ്യത്വം എഴുതണം, മർക്കോസിന് യേശുവിലെ ദാസനെ എഴുതണം, ലൂക്കോസ് ഡോക്ടറാണ്, അദ്ദേഹത്തിന് യേശുവിലെ മനുഷ്യപുത്രനെ കുറിച്ച് എഴുതണം. എന്നാൽ ഈ എഴുത്തിൻ്റെ പേനായും പിടിച്ചുകൊണ്ട് പ്രസവവേദന അനുഭവിച്ചത് യോഹന്നാനാണ്. കാരണം യോഹന്നാന് എഴുതേണ്ടത് കീറ്റുശീലയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു യേശുവിനെ അല്ല, നസറേത്തിൽ വളരുന്ന യേശുവിനെ കുറിച്ചല്ല. യോഹന്നാൻ എഴുതേണ്ടത് ഈ യേശുവിലെ ദൈവത്വമാണ്. ഈ ദൈവത്വം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ മൺഭിത്തി കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ്റെ അകത്ത് എത്രത്തോളം ആഴത്തിൽ അതിൻ്റെ പ്രിൻ്റ് ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. എങ്കിലും യോഹന്നാൻ്റെ എഴുത്തുകളിൽ അതിൻ്റെ എല്ലാ ഗൗരവങ്ങളും ഉണ്ടായിരുന്നു. ലൂക്കോസ് ഗബ്രിയേൽ മുറിക്കകത്ത് വന്ന കാലം തൊട്ടേ ചരിത്രം പറയാൻ തുടങ്ങി. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ഇതെന്തൊരു വന്ദനമാണ്, അത്യുന്നതിൻ്റെ ശക്തി വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ഇറങ്ങും, ഒരു വിശുദ്ധ പ്രജയുണ്ടാകും, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ഇങ്ങനെയൊക്കെ ലൂക്കോസ് പറഞ്ഞു തുടങ്ങുമ്പോൾ യോഹന്നാൻ പേന എടുത്തേച്ച് കാലിത്തൊഴുത്തിലും പോയില്ല, മറിയയുടെ വീട്ടിലും പോയില്ല. യോഹന്നാൻ നേരെ തുടങ്ങുന്നത് ആമേൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്. അപ്പം ആ എഴുത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ ആ വെളിപ്പാടിൻ്റെ തീവ്രത മുഴുവനുണ്ട്. ആദിയിൽ വചനം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ പേന എടുത്തത് കാലിത്തൊഴുത്തിൽ പിറന്നു വീണ യേശു കർത്താവിനെ കുറിച്ച് എഴുതാനല്ല, മറിയയുടെ ഗർഭപാത്രത്തിന് മുമ്പേ ഉള്ളൊരു ദൈവമുണ്ട്. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അനാദിയായ ദൈവമെന്ന്, ശാശ്വതവാനായ ദൈവമെന്ന്, അബ്രഹാമിന് മുൻപേ ഉള്ളവനെന്ന്. ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയ, നിങ്ങൾ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു മഹാദൈവത്തെക്കുറിച്ച്, എന്നോ തുടങ്ങി ഇന്ന് തീരുന്ന ദൈവത്തെക്കുറിച്ചല്ല, എന്നോ തുടങ്ങി എന്നോ തീരുന്ന ദൈവത്തെക്കുറിച്ചല്ല, അനാദിയായ ഒരു ദൈവത്തെക്കുറിച്ച്. കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് കബറടക്കാൻ കഴിയാത്തൊരു ദൈവത്തെക്കുറിച്ച്, എന്ന് പറഞ്ഞാൽ മരണമെന്ന 3 അക്ഷരത്തിന് സ്വാധീനിക്കാൻ കഴിയാത്തൊരു ദൈവത്തെക്കുറിച്ച്. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ അറിയണം, എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. നാം ആരാധിക്കുന്ന ദൈവം അനാദിയായ ദൈവമാണ്.
ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അത്യാവശ്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. നന്നായി വചനത്തെ സ്വീകരിക്കുന്ന സഭയാണ് PMG സഭ. എനിക്ക് എത്രയോ വർഷങ്ങളുടെ പരിചയമുണ്ട് ഈ സഭയോട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൗരവമായിട്ട് തന്നെ കേൾക്കുക. ഇനി കേട്ട് 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 നിറഞ്ഞു പോയവരുണ്ടെങ്കിൽ ക്ഷമാപണം. എങ്കിലും ഈ ദൂതിൻ്റെ ഗൗരവത്തിലേക്ക് ഞാൻ വരാം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൻ്റെ അനുസ്യൂതമായ 4 വെളിപ്പാടിൻ്റെ ശൃംഖലകളെ കുറിച്ച് പറയാം. അധ്യായം 1 ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്, അധ്യായം 2 ആരാധന സ്ഥലത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അധ്യായം 3 ആരാധനക്കാരനെ കുറിച്ചുള്ള വെളിപ്പാട്, അധ്യായം 4 ആരാധനയെക്കുറിച്ചുള്ള വെളിപ്പാട്. പേനയെടുത്തവർ ഒന്നെങ്കിലും എഴുതി കാണുമെന്ന് ചിന്തിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. അധ്യായം 1 ആരാധനയെക്കുറിച്ചുള്ള വെളിപ്പാട്, അധ്യായം 2 ആരാധന സ്ഥലത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, അധ്യായം 3 ആരാധനക്കാരനെ കുറിച്ചുള്ള വെളിപ്പാട്, അധ്യായം 4 ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്. ഇച്ചിലൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ട് ദൂതിന്റെ ഗൗരവത്തിൽ വരാം. അധ്യായം 1 ആരാധ്യൻ ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. കർത്താവിനെ കുറിച്ച് യോഹന്നാൻ എഴുതി തുടങ്ങിയത് കണ്ടോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ്, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അടുത്തത് വചനം ദൈവമായിരുന്നു. അവിടം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ നമ്മുടെ പ്രത്യാശ നശിച്ചേനെ. അടുത്ത വാക്ക് കേട്ടോണം, വചനം ജഡമായി. ഓ, എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വചനം ജഡമായി. ഇന്ന് പകൽ നമ്മൾ ഈ ആലയത്തിൽ വന്ന് കയറിയിരിക്കാനുള്ള ഏക കാരണം വചനം ജഡമായത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഹൂദായ സഭയ്ക്ക്, അബ്രഹാമിന്റെ സന്തതിക്ക്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അബ്രഹാമിന്റെ സന്തതിക്ക് വചനം ജഡമാകേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുടെ ദൈവം യഹോവയായിരുന്നു. എൽ എലിയോൻ എൽ ഷഡായി. ആമേ. യഹോവ ശമ്മ എന്ന് പറയുന്ന ആമേ യഹോവ യാഹുവേ. ആമേ. ആ ദൈവത്തെ, ആ മഹാദൈവത്തെ, പിതാവായ ദൈവത്തെ അവർ സേവിക്കുമ്പോൾ നാം അങ്ങനെയല്ല. നാം ജാതികളായിരുന്നു. അന്യായ വിഗ്രഹങ്ങളോട് പരസംഗം ചെയ്ത് മൃത്യുമേയിച്ച പാപികളാകുന്ന, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, പുറംപരമ്പിലെറിയപ്പെട്ട, അവഗണിക്കപ്പെട്ട എനിക്ക് പരിഗണന ഉണ്ടായത് യേശുവിന്റെ ക്രൂശില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നുള്ള ഇരിപ്പും നമ്മുടെ മട്ടും നമ്മുടെ പടുതിയും നമ്മുടെ ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ടാൽ തോന്നും ഞാൻ ഇതിനൊക്കെ അർഹതപ്പെട്ട ആളാണെന്നുള്ള നമ്മുടെ ആ മുഖഭാവം. കർത്താവ് എത്ര ഗൗരവമായിട്ടാണെന്നറിയാമോ ഈ രക്ഷ? പൗലോസ് പറഞ്ഞ രക്ഷയുടെ പേരാണ് ഇത്ര വലിയ രക്ഷ. ഹല്ലേലൂയ. അവൻ നല്ലൊരു ആമേൻ പറഞ്ഞാട്ട് ദൈവമക്കൾ, ഇത്ര വലിയ രക്ഷ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നോട് വഴക്ക് കൂടരുത്, വണ്ടിയും തല്ലി പൊളിക്കരുത്. എന്നെ ദയവായിട്ട് വൈകുന്നേരം വെറുതെ വിട്ടേക്കണം. ആമേൻ. നമ്മൾ വിശ്വാസത്തിൽ വന്ന്, നമ്മൾ 77-ലോ 85-ലോ 93-ലോ ഒക്കെ വിശ്വാസത്തിൽ വന്നതാ. ഈ വിശ്വാസത്തിൽ വന്ന ആ സമയത്ത് നമ്മുടെ ആരാധനയും ഇന്നത്തെ ആരാധനയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കണ്ടോ വന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ തുള്ളുമായിരുന്നു, ചാടുമായിരുന്നു, ഒച്ചത്തിൽ അന്യഭാഷ പറയുമായിരുന്നു, നൃത്തം ചെയ്യുമായിരുന്നു, എത്ര കൈയടിച്ചാലും തികയലായിരുന്നു. അന്നൊരു സഭായോഗത്തിന് 4000 പ്രാവശ്യം കൈയടിക്കും, 400 ഹല്ലേലൂയ പറയും. ഇന്നൊരു സഭായോഗത്തിന് വന്നു കഴിഞ്ഞാൽ 3.5 മണിക്കൂർ കൊണ്ട് പഴയ മാരുതിയുടെ വൈപ്പർ അടിക്കുന്ന പോലെ 3 ടാറ്റായും 3 ഗ്ലോറിയും കൊണ്ട് നമ്മുടെ ആരാധന തീരുമ്പോൾ എവിടെയാ ദൈവം അവിശ്വസ്തനായോ അതോ നിങ്ങൾ ദൈവത്തെക്കാൾ വലുതായോ? അന്ന് കണ്ട ദൈവം തെറ്റായിരുന്നോ? ഇന്ന് നിങ്ങൾ ആമെ പുലർത്തുന്ന ആറ്റിറ്റ്യൂഡ് ആയിരുന്നോ ശരി? ഹല്ലേലൂയ. എന്റെ ചോദ്യം, ആമെ കെട്ടിടത്തിന്റെ മേളിൽ നിൽക്കുന്ന മീഖളാണോ കറക്റ്റ്? പഞ്ഞുനൂലിന്റെ അങ്കിയുമായിട്ട് റോട്ടിൽ കിടന്ന് ചാടുന്ന ദാവീദായിരുന്നോ കറക്റ്റ്? ഹല്ലേലൂയ.
അപ്പൊ എവിടെയോ അവൻ നമ്മളാ മാറിയത്, ദൈവം മാറിയിട്ടില്ല. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? നാം ഓരോ ദിവസവും മാറുകയാണ്. കാരണം എന്താ? പണ്ട് വീടില്ല, പണ്ട് മേക്കൂരയില്ല, പണ്ട് വണ്ടിയില്ല, കാനഡയിലും അമേരിക്കയിലും അയർലൻഡിലും UK-യിലും സിംഗപ്പൂരും മക്കളില്ല, ഡോളറില്ല, ദിനാറില്ല, പൗണ്ടില്ല, യൂറോ ഇല്ല, ദിർഹമില്ല. അന്ന് കേറിക്കിടക്കാൻ നല്ല അനുകൂല സാഹചര്യങ്ങളില്ല. ഇതെല്ലാം തന്നപ്പോൾ ദൈവം മണ്ടനായി, നമ്മൾ മിടുക്കരായി. അതരുത്, അത് അപകടമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം മാത്രം പറയാം. ഞാൻ ഇതെല്ലാം കൂടെ പറഞ്ഞ് കഴിഞ്ഞ 10 വർഷമായിട്ട് കൈയടിക്കേണ്ടെന്ന് തീരുമാനിച്ച ഒരാളെ കൈയടിപ്പിച്ച് വരുമ്പോൾ എൻ്റെ കുടലെല്ലാം കൂടെ വായിക്കാത്ത വരും. അതുകൊണ്ട് ഞാൻ ഈ ദൂത് ഞാൻ പെട്ടെന്ന് പറയാം. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം. യേശുവിൻ്റെ 2 പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശുവിനെ വിളിച്ച 2 വാക്കുകൾ. യോഹന്നാൻ 3:16. എടുക്കണ്ട കുനിയരുത്, കുനിഞ്ഞാൽ പിന്നെ നിവരിയല്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ മതി. യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രൻ. അപ്പൊ നമ്മുടെ തമ്പുരാന്റെ ഒരു പേര് ഏകജാതൻ. റോമാലേഖനം 8, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചു. എന്നോട് കൂടെ ഒന്ന് പറ. ആവേ, വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. യേശുവിന്റെ 2 പേര് കേട്ടോ. ഒന്ന് ഏകജാതൻ, 2 ആദ്യജാതൻ. ഒന്നുകൂടെ പറയാ, ഒന്ന് ഏകജാതൻ, 2 ആദ്യജാതൻ. ഇതിൽ ഏതാ ശരി? രണ്ടും ശരിയാണ്. യോഹന്നാൻ എഴുതിയപ്പോൾ യേശു ഏകജാതനാണ്. ആമേ. റോമാലേഖനം പൗലോസ് എഴുതിയപ്പോൾ യേശു ഏകജാതനല്ല, യേശു ആദ്യജാതനാണ്. ചോദ്യം, ഏകജാതനെ ആദ്യജാതനാക്കാൻ എന്നാ ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ഒന്നുകൂടെ പറയാ, ഏകജാതൻ ആദ്യജാതനാകണേ എന്നാ ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ആമേ. അപ്പന് വേറെ ഒരു കൊച്ചും കൂടെ ഉണ്ടായാൽ മതി, ഏകജാതൻ ആദ്യജാതനാകും. അയ്യോ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ആമേ. ഞാൻ കോട്ടയംകാരനാ. കോട്ടയത്ത് പറയുന്നൊരു വാക്കാ കടിഞ്ഞു പൊട്ടൻ. മൂത്ത ചെറുക്കന് പറയുന്ന കടിഞ്ഞു പൊട്ടൻ. പിന്നെ ഒറ്റപ്പൂരാടൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് രാവിലെ ഫ്ലോറിഡയിൽ നിന്ന് വന്നുകൊണ്ട് കേൾക്കാൻ സാധ്യതയില്ല. ഒറ്റ പോലേ ഉള്ളൂ, ഒറ്റ പോൽ. അതിൻ്റെ പേരാണ് ഏകജാതൻ. ആമേ. ഈ ഏകജാതൻ ആദ്യജാതനാകണമെങ്കിൽ ആമേ, ഈ ആദ്യത്തെ മോൻ ഉണ്ടായ അതേ ബീജത്തിൽ നിന്ന് 2ാമത് ഒരു കൊച്ചും കൂടെ ഉണ്ടായാൽ പദവി മാറി ഏകജാതൻ ആദ്യജാതനാകും. അങ്ങനെയാണെങ്കിൽ പിതാവിനുണ്ടായ ഏകജാതൻ യേശുവാണെങ്കിൽ, അല്ല, പിതാവിൻ്റെ ഏകജാതൻ യേശുവാണെങ്കിൽ, യേശു ആദ്യജാതനായെങ്കിൽ അവൻ്റെ അനുജന്മാരാരാണെന്ന് പഠിക്കണം. അനുജൻ എന്ന വാക്കിനേക്കാൾ ആ ബീജത്തിൽ ഉണ്ടായ അടുത്ത തലമുറ ആരാണ്? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ കോപം വെക്കരുത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കൈയടിക്കാത്തും തമ്പാറ് തല്ലി പൊട്ടിക്കുന്നതിനകത്തും വെള്ളച്ചുടുതാറിനകത്തും മീശ വടിക്കുന്നതിനകത്തും ആഘോഷം കാണരുത്. അതിൻ്റെ അപ്പുറത്ത് ഇത് കർമാവകാശമല്ല, ഇതൊരു ജന്മാവകാശമാണ്. ആ കരമുയർത്തി എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. ഇത് കർമാവകാശമല്ല, ഇതൊരു ജന്മാവകാശമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു പണിപ്പെട്ട ജോലി നമ്മുടെ തലയിലുണ്ട്. യേശു ജനിച്ച അതേ ബീജത്തിൽ നിന്ന് ഞാനും കൂടെ ജനിച്ചുവെന്ന് പ്രൂവ് ചെയ്തില്ലെങ്കിൽ തിരുവനന്തപുരത്ത് നാം പാടിയതും ആടിയതും ഓടിയതും ചാടിയതും എല്ലാം വെറുതെയാകും. പൗലോസ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വെറുതെയാന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ യേശു ജനിച്ച സെയിം ബീജത്തിൽ നിന്ന് ഞാനും ജനിച്ചില്ലെങ്കിൽ PMG സഭയുടെ മെമ്പർഷിപ്പിനകത്ത് പേര് കയറ്റി വെച്ച് 1 വർഷം 40,000 രൂപ സ്വോത്ര കാഴ്ച കൊടുത്താൽ സ്വർഗത്തിൽ കയറ്റാമെന്ന് ഒരിടത്തും വാക്യമില്ല. ഇതെല്ലാം ചെയ്യേണ്ടതാണ്.
ഏതെങ്കിലും സഭയുടെ രജിസ്റ്റർ ബുക്ക് കൊണ്ട് നമുക്ക് നിത്യത അവകാശമാക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ the son of God, ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ മോനാകുന്നത്? എങ്ങനെ എനിക്ക് മോനാകാം? മറുപടി, എങ്ങനെ എനിക്ക് യേശുവിന്റെ സഹോദരനാകാം? എങ്ങനെ എനിക്ക് പിതാവിന്റെ മകനാകാം? മറുപടി, യേശു ജനിച്ച അതേ ബീജത്തിൽ. ഹല്ലേലൂയ. തെളിവ്, യേശു ജനിച്ച ബീജം ദൈവവചനമാണ്. ആദിയിൽ വചനം. ഒന്ന് പറഞ്ഞ് സഹായിക്കാമോ? ആമേൻ. ഏതായാലും ചർച്ചിനകത്ത് ഒരു ഇരുട്ടുള്ളതുകൊണ്ട് ഉറങ്ങുന്നവർക്ക് നല്ല സുഖമാണ്. ഒരു മണിയാകുമ്പോൾ എണീറ്റ് പോണേ. ഹല്ലേലൂയ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി. ആ വാക്യം എത്ര പേര് വായിച്ചിട്ടുണ്ട്? കമോൺ. വചനം ജഡമായി. ഒന്നുകൂടെ പറഞ്ഞേ, വചനം ജഡമായി. ഒന്നുകൂടെ പറഞ്ഞേ, വചനം ജഡമായി. അപ്പൊ യേശു എന്ന് പറയുന്നത് വചനം. അപ്പോ യേശുവിന് ജനിക്കാൻ കിട്ടിയ ബീജം ദൈവവചനമാണ്. ഇനി ഞാൻ ജനിച്ചത് എങ്ങനെയാണ് നോക്കണം. ബൈബിൾ പറയുന്നു, കെടുന്ന ബീജത്താലല്ല. ആ കൈ ഒന്ന് തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ തിരുവനന്തപുരത്തെ ദുരാത്മാക്കളോട് പറ, ഞാൻ വെറുതെ വന്ന് കേറിയതല്ല, ഞാൻ കെടാത്ത ബീജത്താൽ ഞാൻ ദൈവം. ഒന്ന് കൈ അടിച്ച അന്യഭാഷ പറഞ്ഞേ, എന്നെ പുത്രനാക്കിയത് അവന്റെ വചനമാണ്, അവന്റെ ബീജമാണ്, ദൈവ വചനത്താൽ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ആശുപത്രി ചെന്ന് ഭയങ്കര ക്ഷീണം, തലകറക്കം, വല്ലാത്ത ദാഹം, വല്ലാത്ത വിശപ്പ്, ആർത്തി, പരവേശം, വെപ്രാളം. ഡോക്ടർ പറയും ബ്ലഡ് നോക്ക്, ഷുഗർ ഉണ്ടോ നോക്ക്. ഉണ്ടോ? ഇല്ല, ഇന്ന് വരെ ഇല്ല. നോക്കിയപ്പോൾ 350 കിടന്ന് അടിക്കുക സൂചി. ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ പഞ്ചസാര ഉണ്ടോന്നല്ല ചോദിക്കുന്നത്, അപ്പന് ഷുഗർ ഉണ്ടോ? ദൈവമേ, ഞാനിതൊക്കെ ആരോടായി പറയുന്നത്? ഹല്ലേലൂയ. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. നിന്നെ കൊല്ലും ഞാനും ചാവുമെന്ന് പറഞ്ഞിരിക്കാതെ ഫ്രീ ആയിട്ട്. അപ്പന് ഷുഗർ ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യം, അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ? എന്തായി ചോദിക്കുന്നത്? ഡോക്ടറെ, ഇയാളുടെ ഷുഗറിന് മരുന്ന് കൊടുക്കണോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും നോ. അപ്പന് ഷുഗർ ഉണ്ടോ? അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ? എന്തായി അസുഖത്തിന്റെ പ്രത്യേകത? ഇത് ഹെറിഡക്ടറിയായി പാരമ്പര്യജന്യങ്ങളായി ഉമ്മന്യ ഗുണങ്ങളായി പിതാക്കന്മാരിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്തു വരുന്ന ഡിസീസസ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. യേശുവിന്റെ നാമത്തിൽ പിതാക്കന്മാരുടെ ഗതികേടുകൾ അഭിഷേകമുള്ളവർ ക്യാൻസൽ. ഞാൻ ഒരു വാക്ക് കേട്ടി പറയാ. വല്യപ്പന്റെ അറ്റാക്ക് ചുമക്കാൻ, വല്യമ്മയുടെ ആർത്തറൈറ്റിസ് ചുമക്കാൻ, ആരുടെയോ കൊളസ്ട്രോൾ ചുമക്കാൻ, ആരുടെയോ ഷുഗർ ചുമക്കാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വെളിപ്പാടിനാൽ സൗഖ്യം സ്വീകരിക്കുക. നല്ലപോലെ ആരാധിക്കാമെങ്കിൽ ആരാധിക്ക്, നല്ലപോലെ ആരാധിക്കാമെങ്കിൽ ആരാധിക്ക്, നല്ലപോലെ ആരാധിക്കാമെങ്കിൽ ആരാധിക്ക്, നല്ലപോലെ ആരാധിക്കാമെങ്കിൽ ആരാധിക്ക്. അടബലരഗതിരിയ അമ്പല പ്രബല ഘടകക്ഷസിയ അർത്തുന വൈഡൽ പ്രബാന്ധരയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചിലർ സൗഖ്യമാകുന്നു. ഇപ്പോൾ ഒരു ടാബ്ലറ്റും ഇല്ലാതെ ഇപ്പോൾ നിനക്ക് സൗഖ്യമാകാം. ഞാൻ ദൈവപൈതലാണ്, ഞാൻ ദൈവപൈതലാണ്, ഞാൻ ദൈവപൈതലാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, വേണമെങ്കിൽ നമുക്ക് സൗഖ്യമാകാം. ഹല്ലേലൂയ. ഇനി അഥവാ ഇൻഷുറൻസ് ഉള്ളതിൻ്റെ പേരിൽ ഇത് മാറേണ്ട താല്പര്യം ഇല്ലാത്തവര് ആ കാർഡും കൊണ്ട് നടന്നു, വേണമെങ്കിൽ സൗഖ്യമാകാം. ഹല്ലേലൂയ. എനിക്ക് കാശ് കിട്ടാനുണ്ട്, ഞാൻ എത്ര ദിവസം ആശുപത്രി കിടന്നാലും അവര് അങ്ങനെ ഉണ്ടെങ്കിൽ സൗഖ്യമാകണ്ട. അതല്ല, ആമേൻ, ഞാൻ ക്രിസ്തുവിലാണ്. എൻ്റെ വല്യപ്പൻ്റെ അറ്റാക്ക് ചുമക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. Come on, come on, somebody. Hey, tell me, Samkoria, Legatparamiase. ആമേൻ, എനിക്കറിയില്ല, ഇത് ദൈവത്തിന്റെ സഭയാണ്. Be healed right now in Jesus' name. I command. സൗഖ്യമാക്. നിങ്ങളുടെ തലമുറകൾ ശാപം ചുമക്കാനുള്ളതല്ല, നിങ്ങളുടെ വീട് ശാപം ചുമക്കാനുള്ളതല്ല. കൃപയുള്ളവർ ആരാധിച്ച് കേറ്. എന്റെ കുടുംബം ശാപം ചുമക്കാനുള്ളതല്ല. ഓ റബല ഷട്ടറി മൗസസ്. ഞാൻ വളരെ ഗൗരവമായിട്ട് ഒന്നിൻ്റെ കാര്യങ്ങൾ ദൈവമക്കളോട് പറയാം. പ്ലീസ്, കാല് പിടിച്ച് പറഞ്ഞ് നിങ്ങൾ എന്നെ ഗൗരവമായിട്ട് കേൾക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഊരിൽ പോലും ഉരിയാടാത്ത വിഗ്രഹങ്ങളെ സേവിച്ച് കാലം കഴിച്ചവനെ മെസ്സപ്പൊട്ടോമിയയുടെ വ്യാപാരങ്ങളിൽ നിന്ന് തമ്പുരാൻ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എങ്ങനെയാ വിളിച്ചത്? കൺവെൻഷൻ വെച്ച് വിളിച്ചതല്ല, പോസ്റ്റർ അടിച്ച് വിളിച്ചതല്ല, നോട്ടീസ് ഇട്ട് വിളിച്ചതല്ല, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അവൻ യൂട്യൂബിനകത്തൂടെ വെൽക്കം ചെയ്തതല്ല, ഫേസ്ബുക്കിനകത്ത് ആഡ് കൊടുത്തതല്ല. പിന്നെ ഉലകത്തിന്റെ ഉടമസ്ഥൻ ദൈവിക തൃത്വം അവൻ വീട്ടിൽ ചെന്ന ഒറ്റ വിളിയാണ്, അബ്രാമേ, ഓ അബ്രാമേ. ഓ, അതൊന്നും പറഞ്ഞ ആർക്കും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. നയ്യന അബ്രാമേ, ഒറ്റ വിളി. സ്വജനം, പിതൃഭവനം, ചാർച്ചക്കാർ, എനിക്കറിയത്തില്ല, അത് എന്നെ 1.25 വിളിയായിപ്പോയി. നമ്മൾ ഈ ചിലർ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ 10 വർഷം ചർച്ച വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും പള്ളിയിലെ പേര് വെട്ടാത്തവരുണ്ടല്ലോ. മിണ്ടുന്നില്ല. ഇത് പറയുമ്പോഴാണ് ചിലർ പറഞ്ഞത്, ചെറുക്കനൊരു ഏച്ചും പാച്ചുമില്ല. എനിക്ക് ഏച്ചും പാച്ചുമില്ലാത്ത നമുക്കിത് കാണിക്കാൻ പറയാൻ മേലേ. 10 വർഷമായിട്ട് ഇതുവരെ പള്ളിയിലെ പേര് വെട്ടാത്തവരുണ്ട്. ആമേ. എന്നിട്ട് അവർ പറഞ്ഞതെന്നറിയോ, എന്നെ അധികം ചൂടാക്കരുത്, അവിടെ നിന്ന് എൻ്റെ പേര് വെട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അവരോടൊരു ദൂതുണ്ട്, നിന്റെ പേര് അവിടെ ഒട്ട് എഴുതിയിട്ടുമില്ല. അബ്രാളം പിടിക്കണ്ട. കാര്യം തമ്പുരാൻ അറിയാം നീ പേര് വെട്ടുകയെന്നും, അതുകൊണ്ട് തമ്പുരാന്റെ പേനയ്ക്കകത്ത് മഷി തമ്പുരാൻ ഇന്ന് വരെ കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ഇപ്പം ഈ ഇരിക്കുന്ന ഒരാൾക്ക് എന്നോട് കലിപ്പ് തോന്നുന്നു. ഇതൊക്കെ പറയാൻ ഇവൻ ആരാന്ന് ചോദിച്ചാൽ ആ കുറ്റവാളി അയാളായിരിക്കും. എൻ്റെ പേര് സുഭാഷ് എന്നാ. എൻ്റെ പേര് വിളിച്ചു പറയാത്ത ഒരു തെറി ഞാൻ എടുക്കുകയില്ല. പിന്നെ അന്തരീക്ഷത്തിൽ കിടക്കുന്ന തെറിയെല്ലാം കൂടെ വാരിക്കൊണ്ട് പോകേണ്ട ആവശ്യം എനിക്കെന്ന്. എൻ്റെ പേരിൽ വരുന്നത് ഞാൻ പിടിക്കും. Praise God. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ വിളിക്കുക. എനിക്ക് ഐ കാണ്ട് എക്സ്പ്ലെയിൻ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണൂർന്നിരിക്കാൻ ഇരിക്കും പ്ലീസ്. എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. മെമ്മോറിയസ് പാസ് ഞാൻ കണ്ട കാലം തൊട്ടേ അദ്ദേഹം ഇങ്ങനെ തന്നെയായിരിക്കുന്നത്. എത്ര വർഷമായി പ്രസംഗിക്കുന്നത്. അല്ല, ഞാൻ ഒരു കോംപ്ലിമെന്റ് പറഞ്ഞൊന്നുമല്ല. അങ്ങനെയാ, ഞാൻ കണ്ട കാലം തൊട്ടേ ഇങ്ങനെയാ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കാലം ധരിക്കുന്നവരെ ഇരിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര വർഷമായി ഈ ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നത്. കെ പാസ്റ്റർ, അലക്സാണ്ടർ പാസ്റ്റർ തൊട്ടിച്ചോട്ട് ഞാൻ ആ വീട് തൊട്ടിച്ചോട്ട് കയറി ഇറക്കാൻ തുടങ്ങിയതാ. ആമേൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നും നമ്മുടെ സഭകളിൽ ഒരു 50 കസേര ഫ്രീ ആയിട്ട് കിടക്കും. മനസ്സിലായില്ലേ? ഇൻക്ലൂഡ് മീ. മുമ്പ് എനിക്ക് ദോസോടി പാസ് പരിചയപ്പെടുത്തപ്പോൾ എനിക്ക് തന്നെ ഒരു കുളിരെല്ലാം കൂടെ വന്നു. പെന്തിക്കോസ് കുളത്തിൻ്റെ അഭിമാനം അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ വന്നു. ഹാലേലൂയ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേകത. പക്ഷേ ഈ കുളിരുമായിട്ട് നടക്കുന്നത് ഞാൻ ഈ കിടന്ന് അലച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇപ്പം ഇത്ര നേരം കിടന്ന് അലച്ചിട്ട് ഒരല്ലേലിയാ പറയാത്തൊരു ഇതിനകത്തിരിപ്പുണ്ട്. പിന്നെ ഇത്ര നേരം കിടന്ന് ഞാൻ അലച്ചിട്ട് ഒരല്ലേലിയാ പറയാത്തൊരു ഇതിനകത്തിരിപ്പുണ്ട്. അപ്പം ഇതെല്ലാം സ്തോത്രം. നമ്മൾ ഈ കിടന്ന് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു സഭയിൽ ചെന്ന് 2 മണിക്കൂർ യേശുവിൻ്റെ വരവ് പ്രസംഗിച്ചു. കണ്ടിട്ടില്ല. പിന്നെ ഈ 3 മണിക്കൂർ പോകുന്ന ഞാൻ ആയോഗം കഴിഞ്ഞ് വീട്ടിൽ പോയി.
വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞ് ആ സഭക്കാരനെ വേറൊരു യോഗത്തിൽ വിളിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ആ ഈജിപ്തിലെ പിരമിഡ് അവിടെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാറിൽ കയറുന്നത്. ഏതായാലും ചർച്ചിൽ ചെന്ന് പുൾപ്പിറ്റെ പാസ്റ്റർ ഉണ്ടോ നോക്കുന്നതിന് മുമ്പ് ഞാൻ ഈ അച്ഛനുണ്ടോന്നാണ് നോക്കിയത്. എന്നാലും ഞാൻ കണ്ട കാഴ്ച ഈ ഞാൻ എൻ്റെ കണ്ണ് തെളിപ്പോയി. ദൈവമേ, ഇതെന്നെ ഈ മനുഷ്യകരിച്ചാൽ ഞാൻ പാസ്റ്ററിനെ ചെവിച്ചെന്ന് വെച്ച് ഇതെന്നെ പറ്റിയത്. അന്നേരം പാസ്റ്ററിന്റെ ചെവി പറഞ്ഞ 28-ാം തീയതി വരെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. അടുത്തൊരു വാക്കോടെ പറഞ്ഞു, അത് കഴിഞ്ഞെങ്ങനെ അത് ദൈവത്തിന് അറിയത്തുള്ളത് പറഞ്ഞു. അപ്പം എനിക്ക് 28-ാം തീയതിയെ കുറിച്ച് ക്യൂരിയോസിറ്റി വന്നിട്ട് ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, എന്നാ 28-ാം തീയതി? എന്നാലും പറഞ്ഞു, അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വരുന്നത്. എനിക്കന്നാ മനസ്സിലായത്, ഒരു ശകലം ചെത്തി ബയോപ്സിക്ക് വിട്ടാൽ ഏത് പൊന്നുമോനും ചാടുവെന്ന്. പിന്നെ ചാടുവെന്നേ കാശ് അവിടെ കിടക്കുന്നു, ഈ തുള്ളി നിന്റെ ഊപ്പാട് വരും. പിന്നെ ഞാൻ കണ്ണുനീരോടെ പറയാം, ഇതൊക്കെ വരുത്താതെ ഇരുത്തിയതോർത്തല്ലേ ആരാധിക്കേണ്ടത്. ഓ മൈ ഗോഡ്, മൈ ഗോഡ്, ഇതൊക്കെ വരുത്താതെ ദൈവം ഇരുത്തിയില്ലേ. ഓ നല്ലപോലെ ഒന്ന് കർത്താവിനെ ആരാധിക്കുക ദൈവമക്കളെ, നല്ലപോലെ ഒന്ന് ആരാധിക്കുക കർത്താവിനെ. ഞങ്ങളുടെ ചർച്ചയിൽ കൂടുന്നൊരു ഫാമിലിയിലെ ഒരു അപ്പച്ചന് ശ്വാസം മുട്ടൽ കൂടിയിട്ട് ICUവിലാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ കാണാൻ വേണ്ടി ആശുപത്രി ചെന്നു. ഞാൻ ആശുപത്രിക്ക് കയറിയപ്പോൾ എനിക്ക് ഈ മെഡിക്കൽ സാധനത്തിൻ്റെ എല്ലാം പേരറിയത്തില്ല. ഞാൻ ലൂക്കോസും മത്തായിയൊക്കെയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് വലിക്കുക. അന്നേരം ആ മനുഷ്യൻ ആ വലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് ശ്വാസം കിട്ടുന്നില്ല എന്നോട് പറയുക. 70 വയസ്സുള്ള അപ്പച്ചനാ, ശ്വാസം കിട്ടുന്നില്ല. ഞാൻ അവിടുത്തെ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടറോട് പറഞ്ഞ് എൻ്റെ ബ്ലഡിനകത്തെല്ലാം കാർബൺ ഡയോക്സൈഡ് കയറിപ്പോയെന്നോ, ഇനി അതിനെ ഏതാണ്ട് എല്ലാം പറഞ്ഞിട്ട്. അപ്പം ഈ മനുഷ്യ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഈ വാരിയിലെല്ലാം കൂടെ ആഞ്ഞു കടന്ന് വലിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പുറത്തിറങ്ങിയിട്ട് വണ്ടി ഓടിക്കാൻ മേലെ. ഞാൻ ചോദിച്ചു, ഇത്ര ദുസ്സഹമാണോ മനുഷ്യ ജീവിതം? ഇത്ര അസ്വസ്ഥതയാണോ? ഇതറിഞ്ഞോണ്ടല്ലേ തമ്പുരാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ പിള്ളേരെ ഞാൻ നരച്ചാലും താഴെ വെക്കുകയല്ലെന്ന്. ഞാൻ നിന്നെ നരച്ചാലും വിടുകയെന്ന് തമ്പുരാൻ പറഞ്ഞില്ലേ? ഓ, ഒന്ന് ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകത കൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം. 3 മക്കളുണ്ട്. പിള്ളേരെല്ലാം എടുത്ത് ആ കട്ടിലിൽ നിന്ന് മറ്റേ കട്ടിലോട്ട് മാറ്റിക്കിടത്തുന്നൊന്നും ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ന്യൂയോർക്കിൽ നിന്ന് ഒരു ലവ് ചിഹ്നം വരുമായിരിക്കും വേണമെങ്കിൽ. വാട്സാപ്പിനകത്ത് പപ്പ എന്ന് പറഞ്ഞ ഒരു ലവ് ചിഹ്നം വരും, അല്ലാതെ ചിഹ്നമേ ഇഞ്ഞു വരുള്ളൂ. ആ കൊച്ചൊന്നും വരാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾക്ക് 3 ആഴ്ച തലവേദനയാണെങ്കിൽ അവർക്ക് 3 ആഴ്ച ആ കമ്പനി അവരെ സഹിക്കുകയില്ല. അല്ലേലിയ കടന്ന് വലിച്ചിട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിങ്ങൾ പാടണ്ടേ, ഇതൊന്ന് കേട്ടോ പ്ലീസ്. നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ, കണ്ണിമേക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ ബെയൂലാ തീരത്ത്. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ, കണ്ണിമേക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ ബെയൂലാ തീരത്ത്. ഓ കണ്ടിടും എന്റെ പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം കണ്ടിടും, എന്റെ ശുഭമണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ പ്രത്യാശ. ചേർന്ന കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവമേ.
പോട്ടെ, ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ആമേൻ. ഞാനിപ്പോൾ ഈ പറഞ്ഞ വിഷയം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സാഹചര്യങ്ങളുടെ വിക്ടിം അല്ല. ഒന്നുകൂടെ പറയട്ടെ, ദുരന്തങ്ങൾ ചുമക്കാനുള്ളൊരു വേസ്റ്റ് പാത്രമല്ല നിങ്ങൾ. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. അപ്പോൾ ഞാൻ ദൈവമക്കളോട് സത്യമായിട്ട് പറയുന്നു, ഈ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഞാനൊരു യേശുവിൻ്റെ മഹാകരണം കൊണ്ടൊരു 28, 29, 30 വർഷത്തോളമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ കുറേ യാത്ര ചെയ്തു, കുറേ ആളുകളെ കണ്ടു. അപ്പം നിങ്ങളുടെ പാസ്റ്ററൊക്കെ എന്നെ ഓട്ടം ഓടിക്കാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഇന്നലെ വന്ന് ഞാൻ ഇത്ര ഓടിയെങ്കിൽ. ഹല്ലേലൂയ. അപ്പം ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്നത്, പെന്തിക്കോസ്തിനകത്ത് ഒരു മാജിക്കുകളും ദൈവം ചെയ്യാറില്ല. നിങ്ങൾ കേട്ടില്ല. നമ്മൾ ഈ പറയുന്ന നമ്മൾ ഇത് കാണിക്കുന്ന പോലെ ഇത് ഭയങ്കര റിയാലിറ്റിയിലാണ് ഇത് മൊത്തം മുൻപോട്ട് പോണത്. ഇതിനകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാം. പഴയ നിയമത്തിൽ ചെങ്കടലും മാറ്റി, യോർദാനും മാറ്റി. പത്രോസിന് വേണ്ടി ആമേൻ ഗലീലക്കടൽ മാറ്റിയില്ല, മറിച്ച് അതിൻ്റെ മേളിൽ കൂടെ നടത്തുകയായിരുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ ദൈവ പ്രശ്നത്തെ ഒഴിവാക്കുകയല്ല, അതിന്റെ മേളിൽ ചവിട്ടാനുള്ള കൃപ തരികയാ. ചിലതിനെ വഴിമാറ്റുകയല്ല, അതിനെ ചവിട്ടാൻ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മടുപ്പായിട്ട് തോന്നുന്നുണ്ടോ? മടുക്കരുത് കേട്ടോ. 2 ചെടി അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. 2 ചെടിയിലും നല്ല പൂവുണ്ടായി, നല്ല കുട പോലെ പൂ നിൽക്കുമ്പോൾ അതിൽ വരുന്നവരൊക്കെ പറയും വാവ് നല്ല പൂവായി. ഈ വാവ് നാം വെക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, 1 മാസം കഴിഞ്ഞ് ഇവ മൈൻഡ് ചെയ്യലെന്ന് ഓർത്തോണം. കാരണം ഈ പൂ കൊഴിയും. ഇപ്പം വന്നിച്ച് നിങ്ങളുടെ വാവ് എന്ന് പറയുമ്പോഴേ ആ വാവിനെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. അവരടുത്ത മാസം അതിലെ കൂടെ തന്നെ നിന്നെ കാണാത്ത രൂപത്തിൽ പോകും. അപ്പൊ ഈ വൗ എന്ന് പറയുന്നതിന് വലിയ വില കൊടുത്താൽ അവൻ മിണ്ടാതെ പോകുമ്പോൾ നീ സങ്കടപ്പെടേണ്ടി വരും. കേട്ടില്ല? ഇതൊക്കെ ആരോട് പറയാനാ? ഹല്ലേലൂയ. അപ്പൊ ആവശ്യമില്ലാത്ത വൈകാരിക തലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ഹല്ലേലൂയ. ചിലര് പൂ വിടരുമ്പോ നല്ലതാന്ന് പറയൂ. അടുത്ത മാസം നമ്മൾ അവർ കഴുക്കാണ്, പക്ഷെ ദൈവം നമുക്ക് എല്ലാ കാലത്തും നല്ലവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, 2 പൂ ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ദൂതിൻ്റെ ഗൗരവത്തിലേക്ക് എനിക്ക് ഈ ദൂത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് തന്നെ നെഞ്ചു കിടന്ന് ഇങ്ങനെ ഇടിക്കും. കാര്യം എന്നറിയോ, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കുമോ എന്നുള്ളതിനകത്ത് എനിക്കൊരു പരവേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഐ തിങ്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. 2 പൂവും കൊഴിഞ്ഞ് താഴെ വീണു. ആമേ. അപ്പോൾ ഒരു ചെടിക്ക് ഡിപ്രഷനായി, ആൻസൈറ്റിയായി. എൻ്റെ പൂ കൊഴിഞ്ഞു. കേട്ടില്ല? എൻ്റെ പൂ, അയ്യോ എൻ്റെ പൂ കഴിഞ്ഞു, അയ്യോ എൻ്റെ പൂ കഴിഞ്ഞു. അമ്മാച്ച മൈൻഡ് ചെയ്യുന്നില്ല, അപ്പാപ്പ മൈൻഡ് ചെയ്യുന്നില്ല, ഉപ്പാപ്പ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പുറത്തെ വീട്ടുകാർ മൈൻഡ് ചെയ്യുന്നില്ല, ഇപ്പുറത്തെ വീട്ടുകാർ മൈൻഡ് ചെയ്യുന്നില്ല, അവർ മൈൻഡ് ചെയ്യുന്നില്ല, ഇവർ കാരണം പൂ കൊഴിഞ്ഞു, എൻ്റെ പൂ കൊഴിഞ്ഞു. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ചെടിയുടെയും പൂ കൊഴിഞ്ഞതാ. പക്ഷെ ആ ചെടിക്ക് ഡിപ്രഷനും ഇല്ല, ആൻസൈറ്റി ഇല്ല. ആ ചെടി ഭയങ്കര ഉത്സാഹിയാണ്. ഞാൻ ആ ചെടിയോട് ചോദിച്ചു, ഇപ്പുറത്തെ ചെടിക്ക് ഡിപ്രഷൻ, നിനക്ക് ഡിപ്രഷൻ ഇല്ല, എന്താ കാരണം? ആ ചെടി പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ? അവൻ പോയതിനോർത്ത് സങ്കടപ്പെടുന്നു, ഞാൻ അടുത്ത പൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. കണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏത് രോഗശാന്തി വരപ്രാപ്തം നിങ്ങളുടെ 3-ാം നിലയുടെ മേളിൽ വന്ന് താമസിച്ചാലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണോ? നിങ്ങളുടെ മൈൻഡിനെ തിരിച്ചുവിടണം, നിങ്ങളുടെ ചിന്തകളെ മാറ്റിവിടണം. ഹല്ലേലൂയ. ബൈബിളിനെ തന്നെ ഞെട്ടിച്ചൊരു വാക്യമുണ്ട്. എന്നറിയോ? കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ, സ്വർഗത്തിന് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്ത് പിന്നെ ജീവനോട് ശേഷിക്കും അവരോട് തിരിച്ച് ഭാരമേഖല കർത്താവിനെ എതിരേക്കാൻ എടുക്കപ്പെടും. ബാക്കി ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ബാക്കി ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. ഏത് വചനങ്ങളെ കൊണ്ട്? ഏത് വചനം? മുഴുവൻ പറയണ്ട. കർത്താവ് വരുമെന്ന് അത്രയും പറഞ്ഞേ. കർത്താവ് വരും. എൻ്റെ ദൈവമേ, കർത്താവ് വരും. തോസൂട്ടി പാസ്വേർഡോട് പറയാം, വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയാ. ഞാൻ ഓടിച്ച തോസൂട്ടി പാസ്വേഡ് വെച്ചു. എന്നാ പ്രോബ്ലം? എൻ്റെ ഒരു MLA യുടെ നമ്പർ ഇരിപ്പുണ്ട്, ഒരു MP യുടെ നമ്പർ ഇരിപ്പുണ്ട്, ഒരു മന്ത്രിയുടെ നമ്പർ ഇരിപ്പുണ്ട്, പിന്നെ ഒരു പറ്റപ്പുള്ള DYSPയുടെ നമ്പർ ഇരിപ്പുണ്ട്. അങ്ങനെയാണോ പെന്തിക്കോസ്തുകാരൻ പറയേണ്ടത്? അല്ല. പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ പാസ്വേഡ് പറയണത് സാരമില്ല, കർത്താവ് വരാൻ പോവാ.
ഞാൻ പുസ്തകമാ പറഞ്ഞ, വേറെ ആരാധിച്ചാൽ മതി. പ്രോബ്ലത്തിൽ നിൽക്കുമ്പോ പറയണം, എനിക്ക് അവളെ പിടിയുണ്ട്, എനിക്ക് ഇവളെ. നോ, യേശു വരും. പ്രത്യാശയുള്ളവർ ആരാധിച്ചു, പ്രത്യാശയുള്ളവർ ആരാധിച്ചു. ആ യേശു തിരിച്ചു വരും, യേശു തിരിച്ചു വരും. എന്റെ കണ്ണുനീർ മാറും, എന്റെ വേദന മാറും. എന്റെ പ്രതിസന്ധി മാറും. യേശു വരും, യേശു വരും, യേശു വരും. ആമേ. എനിക്ക് ഈ അന്യോന്യം കയ്യെ പിടിക്കാൻ പറഞ്ഞൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് നിങ്ങളൊന്ന് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് കർത്താവ് വരാൻ പോകുന്നു പറഞ്ഞു. അതായതുകൊണ്ട് പറയിപ്പിക്കുക. അല്ലേ ആരണ്ട് മനസ്സിൽ പറഞ്ഞു, ഇപ്പം വരല്ലേ, ഇപ്പം വരല്ലേ, ഒരു രക്ഷയില്ല, കർത്താവ് വരും. ഇനി നമുക്ക് ഈ ദൂതിൻ്റെ ഗൗരവത്തിലേക്ക് കയറാം. ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സ്നാനപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വന്ന് ദൈവം ചോറ് വാരി കൊടുക്കാത്തത്? ഏതായാലും എനിക്ക് വേണ്ടി ഇറങ്ങിയല്ലേ, ചോറ് വാരി കൊടുത്തേക്കാം. എന്താ അത്? ഞാൻ ദൈവത്തോട് വെക്കുന്നത്, അപ്പ വൈ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം ചോറ് വരുത്തത്? കർത്താവ് ചിരിച്ചോട്ട് പറയും, അതിനാണ് ഈ ഓരത്തെ കൈ തൂക്കിയിട്ടിരിക്കുന്നത്. മനസ്സിലായില്ല? കൈ തന്നേച്ച് പിന്നെ വാരി തരാൻ കർത്താവ് വരികയില്ലെങ്കിൽ എൻ്റെ ഏതൊക്കെ വിഷയത്തിലാണ് ദൈവം ഇടപെടുന്നതെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. മോക്ക് കല്യാണം വേണം, ചെറുക്കനെയും കാണുകയല്ല, അന്വേഷിക്കത്തൂല. എന്നിട്ട് വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഒരു ദൂതെടുത്ത്. എന്നതാ ദൂതെടുക്കേണ്ടത്? മോളുടെ കല്യാണം. എന്നതാ പറയേണ്ടത്? പറ. ഒരു മീശയുള്ളവൻ വരുന്ന വഴിക്ക് അവനെങ്ങാനും ഇത് പഠിക്കണമെന്ന് തോന്നിയാൽ തീർന്നേ പണി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്തിനാണ് നിങ്ങൾക്ക് ദൂത് വേണ്ടത്? തുമ്മാനും അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും ആണോ പ്രവചനം? എന്തിനാ നിങ്ങൾക്ക് ഇത് വേണ്ടത്? എന്താണ് ഇതിന്റെ പർപ്പസ്? ഓ ഗാഡ്, ഈ നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ ഇത്ര അപമാനിക്കപ്പെടാനുള്ള കാര്യം എന്നറിയോ? ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വന്നതുകൊണ്ടാണ്. ഉള്ള സ്വത്രം ആരണ്ട് മനസ്സിൽ പറയാ, വെറുതെ അല്ല കറണ്ട് പോയതെന്ന്. ഹല്ലേലൂയ. വലിയ കാര്യത്തിന് വേണ്ടി ദൈവം ഇട്ടൊരു സാധന പ്രോഫസി. ചെറിയ ഉദ്ദേശത്തിന് വേണ്ടി ഇട്ടതല്ലിത്. ഇത് ഭയങ്കര ദൈവിക ലക്ഷ്യത്തിന് വേണ്ടി ഇട്ടതാ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ആമേ, ഭൂമി പൊടുപടപ്പൊട്ടും കിറുകിറക്കിറുമത്തനെ പോലെ ചാഞ്ചാടി കാവൽമാടം പോലെ ആടി ഭൂമി ചരവെയ്ത പാടാൻ വേണ്ടി കച്ചകെട്ടി കാത്തിരിക്കുന്നു. വന്ന ഭൂകമ്പം 6.6, വരാൻ പോകുന്നത് 8.6, വന്ന രോഗാണു 4, വരാൻ പോകുന്നത് 300. ഈ ഭൂമിയിൽ വെള്ളം കിട്ടുകയില്ല, സൂര്യൻ കൊഴിഞ്ഞ് മണ്ടയ്ക്ക് വീഴും, ഇത് മുഴുവൻ നശിക്കും. ഇങ്ങനെ പറഞ്ഞ് ജനത്തെ പേടിപ്പിക്കാതെ, ആമേ, പേടിപ്പിക്കണം കേട്ടോ, പേടിപ്പിക്കണം. ഞാൻ വേറൊരു കാര്യം പറയാം. അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്റെ പുസ്തകത്തിൽ എഴുതി ഞാൻ വായിച്ചു. എന്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും പാളയം സഭയെ ഒരാത്മപകർച്ച. കൈയുള്ളവനാ കൈയൊന്നടിച്ച് പാളയം സഭയിൽ ഒരാത്മപകർച്ച. ഇതുവരെ കാണാത്ത ഒരാത്മപകർച്ച. അടുത്ത വാക്ക് നിങ്ങൾക്ക് കേൾക്കണോ? അതെന്നെ വല്ലാതെ കയറി പിടിച്ചൊരു വാക്കാ. അന്ത്യകാലത്ത് സകല, ഒന്ന് സഹായിക്കുക, സകല ജഡത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. അടുത്ത വാക്ക് വായിച്ചേ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോ എൻഡ് ടൈമിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്നറിയാമോ? പിള്ളാര് പ്രവചന ശുശ്രൂഷ ഏറ്റെടുക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പാളയം സഭയിലെ PMG ചർച്ചിലെ യൗവനക്കാരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവർ പ്രവാചകന്മാരായി. കൈയടിച്ച വായി തുറന്ന് അവർ പ്രവാചകന്മാരായി. അവർ
ഓ, നാളിതുവരെ PMG സഭ കാണാത്ത ഒരാത്മ പകർച്ച. ഞാനൊരു കാര്യം എല്ലാവരും എന്നെ ഗൗരവമായിട്ട് കേൾക്കാവോ, സമയം പോകുന്നു. ഞാൻ ദൈവമക്കളോട് വൃത്തിയായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ആമേ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അവർ സംഘമാണെന്നാ വാക്യം, അല്ലേ? അല്ലേ? അവർ സംഘമായി, ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. യേശുവിൻ്റെ അമ്മയും പത്രോസും അന്ത്രയോച്ചാനും ഒക്കെ സംഘത്തിലായിരുന്നു 1-ാം അധ്യായത്തിൽ. ആരാ പറഞ്ഞത്? പുസ്തകം. മനഃപൂർവ്വം മൂടുന്നില്ലല്ലോ. ആരാ പറഞ്ഞത് അവർ സംഘത്തിലാണെന്ന്? പുസ്തകം. അപ്പൊ 1-ാം അധ്യായത്തിൽ സംഘം, 2-ാം അധ്യായത്തിൽ സഭയാ. അപ്പൊ എന്റെ ചോദ്യം, സംഘത്തെ സഭയാക്കാൻ എന്നാ ചെയ്യണം? ബോർഡ് വെച്ചാൽ മതിയോ? അല്ല. 5 തമ്പാർ വലിയ സംഘസഭയാവോ? ഇല്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങാതെ, ആത്മപകർച്ച നടക്കാതെ, ഈ ചർച്ചിനകത്ത് ആത്മവരമില്ലാതെ, പരിശുദ്ധാത്മ നിറവില്ലാതെ ഏതെങ്കിലും ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ അവർ പാളയം PMG സഭയിലെ മെമ്പറാണ്. പക്ഷേ ദൈവത്തിന്റെ യൂണിവേഴ്സൽ ചർച്ചിൽ അവർക്ക് അംഗത്വമില്ല. കാരണം പുസ്തകം പറയുന്നു, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ആത്മവരം സഭയിൽ നിറയട്ടെ, അന്യഭാഷ സഭയിൽ നിറയട്ടെ, ദൈവത്തിന്റെ കൊടിയ കാറ്റ് സഭയിൽ ഇറങ്ങട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ ദൈവം. ആമേൻ. അപ്പോ മാളികമുറിയിൽ എല്ലാവരും എന്നെ ശ്രദ്ധിച്ച്, മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. എന്താ തെളിവ്? അടയാളങ്ങൾ സഹായിക്കാവോ? സമയം പോണു. 1, കൊടിയ കാറ്റടിക്കുന്ന പോലെ. 2, മുഴക്കമുണ്ടായി, ആകാശത്തൊരു വലിയ മുഴക്കം ഉണ്ടായി. 3, അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. അത് പഠിക്കാനൊന്നുമല്ല, ഒരു ദൂതിന് വേണ്ടിയിട്ടാ. എല്ലാവരും ഒന്ന് പറഞ്ഞു വയ്ക്കേ. 1 കൊടിയ കാറ്റ്, വണ്ട് മൂളുന്ന പോലെ മൂളാതെ ഒന്ന് വൃത്തിയായിട്ട് പറ. 1 കൊടിയ കാറ്റ്. 2, ആകാശത്ത് ഒരു മുഴക്കം. 3, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അപ്പൊ അന്ന് യോഗത്തിന് വന്നവരല്ല, ആത്മാവ് പ്രാപിച്ച ഡയറിയിൽ എഴുതി, ഹോളി സ്പിരിറ്റ് വന്നാൽ കൊടിയ കാറ്റ്, പിളർന്ന നാവ്, മുഴക്കം. പിന്നെ മുഴക്കമുണ്ടായി, അഗ്നിജ്വാല പോലെ പിളർന്ന നാവ്, കൊടിയ കാറ്റ്, മുഴക്കം. ഒന്നുകൂടെ പറഞ്ഞ്, മുഴക്കം, പിളർന്ന നാവ്, കൊടിയ കാറ്റ്. അപ്പൊ എന്റെ ചോദ്യം, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാരാഗൃഹത്തിൽ ഇറങ്ങിയത് പരിശുദ്ധാത്മാവല്ലായിരുന്നോ? കേട്ടില്ല. കാരാഗൃഹത്തിൽ ഇറങ്ങിയത് ആണെങ്കിൽ ആണ്, അല്ലേ അല്ലെന്ന് പറ. ആണ്. അവിടെ കൊടിയ കാറ്റുണ്ടായിരുന്നോ? മുഴക്കം ഉണ്ടായിരുന്നോ? പിളർന്ന നാവ് ഉണ്ടായിരുന്നോ? അപ്പൊ ഈ മാളികമുറി ചർച്ച കൂടുന്ന ഒരുത്തം പറയാം, അത് ദുരാത്മാവെന്ന് പറഞ്ഞാലോ? സ്തോത്രം പോയ പോക്കുണ്ടോ? മാളികമുറി ചർച്ച മെമ്പർഷിപ്പ് ഉള്ളവൻ അവിടെ ചെന്ന് വെച്ച് പറയാം, ഇത് ദുരാത്മാവാ. കാര്യം പരിശുദ്ധാത്മാവാണെങ്കിൽ മുഴക്കം വേണം. പരിശുദ്ധാത്മാവാണെങ്കിൽ എന്റെ പൊന്നു പ്രിയരെ, നിങ്ങളോട് ഏത് പോട്ടനാ ഇതൊക്കെ പറഞ്ഞത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് എല്ലായിടത്തും കാറ്റുമായിട്ട് വരികയില്ല, എല്ലായിടത്തും മുഴക്കമായിട്ട് വരികയില്ല. അങ്ങനെയാണെങ്കിൽ ലോകം ഇതുവരെ കാണാത്ത പോലെ PMGയിൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങാൻ പോകയാ. ഒന്ന് കൈ അടിച്ചു. ഒന്ന് അന്യഭാഷ പറഞ്ഞ ദൈവമക്കൾ എല്ലാം മറന്നൊന്ന്. ഇതുവരെ ആരും ഈ സഭ ആത്മമറവിന്റെ സഭയാ.
എനിക്കറിയില്ല. ഒരു ഭയങ്കര ആത്മപകർച്ച ഈ സഭയിൽ നടക്കാൻ പോയാ. മനുഷ്യർക്ക് അളക്കാൻ കഴിയാത്ത സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസീവ് ചെയ്യുക. ആമേൻ. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ആമേൻ. അന്ത്യകാലത്ത് ഞാൻ സകല രഗദന ഹടഗന ധരധര ഞാൻ ആ മൈൻഡ് സെറ്റിനെ കുറിച്ച് ഒരു 2 വാക്കുകൂടെ പറഞ്ഞ് ഈ ദൂതൻ്റെ ആഴത്തിൽ വരാം. പ്രാർത്ഥനയോടിരിക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. സത്യം. അയ്യോ, എന്നാ നല്ല മനുഷ്യനെ. 24 വർഷം മറുപടി ഇല്ലാഞ്ഞിട്ടും ദൈവത്തെ വിട്ടുപോകാത്ത മനുഷ്യൻ. നിങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ നേച്ചർ വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 24 വർഷമൊക്കെ ഒരു വിഷയത്തിന് മറുപടിയില്ലേ. 24 സഭ മാറുന്നവരുണ്ട്. അതിന് ആ സഭയ്ക്കകത്ത് പോയാൽ വിടുതലില്ല. എന്നുവെച്ചാൽ അടുത്ത സഭയ്ക്കകത്ത് പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടെയും വിടുതലില്ല. നാളെ ഒരാൾ പറഞ്ഞു എൻ്റെ പറമ്പിൽ നിന്ന് സൂര്യനെ കാണാമെന്ന്. അതിന് വേറൊരാൾ പറഞ്ഞു ആരുടെയും പറമ്പിൽ ചെല്ലണമെന്നില്ല, എവിടെ നിന്ന് മുകളിലോട്ട് നോക്കിയാലേ സൂര്യനെ കാണാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ആമേൻ. എനിക്കറിയത്തില്ല ഈ ദൈവമനുഷ്യൻ്റെ അകത്ത് ദൈവത്തോടുള്ള പ്രതിപത്തിയും ദൈവത്തോടുള്ള ഇൻറ്റിമസിയും ട്രസ്റ്റും ഒക്കെ എത്ര ഭയങ്കരമാണ്. ഹല്ലേലൂയ. ഇദ്ദേഹം കാത്തിരുന്നത് 20ാമത്തെ വയസ്സിലാണ്. 45 വയസ്സ് നമുക്ക് വെക്കാം. 20, 40, 5, 45. ഇത് കാത്തിരിക്കാൻ തുടങ്ങിയത് തന്നെ പെൻഷൻ പറ്റിക്കഴിഞ്ഞാണ്. മനസ്സിലായില്ലല്ലേ? കാത്തിരിപ്പ് ആരംഭിച്ചത് 75ാമത്തെ വയസ്സിലാണെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ, നിങ്ങൾക്കറിയാമോ, സാധാരണ മക്കളില്ലാത്തവർക്ക് കിണർ കുഴിക്കാൻ അനുവാദമില്ല പലസ്തീനിൽ. മക്കളില്ലാത്തൊരു കിണർ കുഴിക്കല്ല. ഈ മനുഷ്യനാണ് ചായ അരിപ്പ പോലെ കിണർ കുത്തുക. ദൈവമേ, ഇതൊന്നും വായിച്ചിട്ടില്ലേ? ചായ അരിപ്പ പോലെ കിണർ കുത്തുക. നാട്ടുകാരെല്ലാം ചോദിച്ചു മക്കളില്ലാത്തവർ എന്തിനോടോ കിണർ കുത്തുന്നു. അവൻ പറഞ്ഞു പോടാ അവിടുന്ന്, ഇതിനകത്തൊന്ന് കുടിക്കാൻ എൻ്റെ കൊച്ചു വരും. കണ്ടോ വിശ്വാസത്തിന്റെ വരം? കണ്ടോ? ഇതിനകത്തുനിന്ന് വെള്ളം കുടിക്കാൻ എൻ്റെ കൊച്ചു കയറി വരും. വിശ്വാസ പ്രഖ്യാപനം കണ്ടോ? ഇങ്ങനെ ഞാൻ പോകുകയല്ല, എൻ്റെ അന്തരീക്ഷം ദൈവം പൊളിച്ച് പണിയും. എൻ്റെ തലമുറ കേറി വരും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാണ്ട്. ആമേൻ. ഈ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. 24 വർഷം കാത്തിരുന്നു. അബ്രഹാമിന്റെ വിഷയം എൻ്റെ വിഷയമല്ല. എങ്കിലും ഞാൻ വന്ന വഴിക്ക് ആ പഴത്തോട്ടൊരു അടി അടിച്ചെന്നേ ഉള്ളൂ. ആ 24 വർഷം കാത്തിരുന്നു. 25ാമത്തെ വർഷം തമ്പുരാൻ കൊച്ചിനെ കൊടുത്തു. 30 വർഷം കൊച്ചിനെ വളർത്തി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയും എനിക്കതിനെ വേണമെന്ന്. ഓർക്കുന്നുണ്ടോ? അപ്പൊ അബ്രഹാമിന്റെ മാനസിക മണ്ഡലത്തിന്റെ പ്രത്യേകത എന്നറിയോ? കൈനീട്ടി മേടിക്കാൻ മാത്രമല്ല, കൈ അയച്ച് കൊടുക്കാനും അറിയാം. കൈനീട്ടി മേടിക്കുമ്പോൾ ചാട്ടോ, കൈനീട്ടി കൊടുക്കാൻ പരിഭവമൊന്നും ഈ മനുഷ്യനില്ല. ഇങ്ങോട്ട് തരുന്ന അതേ ലാഘവത്തോടെ തിരിച്ചു കൊടുക്കും. എനിക്കവനെ വേണം. അവിടെയൊക്കെ ഒത്തിരി ചരിത്ര മർമ്മങ്ങൾ കിടപ്പുണ്ട്. ഐ എം സോറി, സമയം ഓടുന്നതുകൊണ്ടാണ് ഞാൻ വെപ്രാളം പിടിച്ചോ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഈ മനുഷ്യൻ ഈ കൊച്ചിനെ കൊണ്ട് മോറിയാടെ കയറ്റം കയറുക. നിങ്ങൾ ആലോചിച്ച്, ഡെസ്റ്റിനി തമ്പുരാൻ പറഞ്ഞതാ മോനെ കൊണ്ട് വാടാ, മേളിലോട്ട് വാ. ആമേ അബ്രഹാം തന്റെ മകനെ കൊണ്ട് കയറ്റം കയറുമ്പോ ആമേ നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മളാണെങ്കിൽ 3 ജോഡ് കയറുമ്പോഴേ തളർന്നു വീഴും. ഒരു കൊച്ചിനെ കൊടുക്കാഞ്ഞിട്ട് നമുക്ക് 3 സ്റ്റെപ്പ് കയറാൻ മേല. പിന്നല്ലാതെ റാന്നിയിലെ ഒരമ്മച്ചിയോട് പാസ് വിളിച്ചു കഴിഞ്ഞാൽ അമ്മമ്മ നാളെ യോത്തിന് വരുമെന്ന് ചോദിച്ചു പറഞ്ഞു സ്റ്റെപ്പ് കയറാൻ മേലെന്ന് പറഞ്ഞു. ആകെ 6 സ്റ്റെപ്പ് ഉള്ളു ചർച്ചിന്. പിറ്റേ ദിവസം വെള്ളം കയറി വന്നപ്പോൾ ഈ അമ്മമ്മ 3ാം നിലയുടെ മേളിലോട്ട് എലിവാണം വിട്ടുപോലെയാണ് പോയത്.
ഇതൊക്കെ ഞാൻ പറയുമ്പോഴാണ് ഞാൻ കുരുത്തക്കേട് പറഞ്ഞെന്ന് പറയുന്നത്. എങ്ങനെ കുരുത്തക്കേടാകുന്നത്? ചർച്ചിൻ്റെ 6 സ്റ്റെപ്പ് കയറാൻ മേല, വെള്ളം കയറി വരുമ്പോൾ പിന്നെ ചില വീടുകളിലൊക്കെ വീട്ടുപ്രാർത്ഥനയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലർ ചിക്കനേ ഉള്ളൂ, കേട്ടിട്ടില്ല? ചിക്കനേ ഉള്ളൂ. ചിക്കനേ ഉള്ളൂ മമ്മേ, ഞാൻ ചിക്കൻ കഴിക്കുകയില്ല. അയ്യോ, ആ സമയത്തൊക്കെ കോഴിയുടെ കാല് തന്നെ കളഞ്ഞു എന്ന് സംശയമാണ്. എവിടെ അഹങ്കരിച്ചാലും തമ്പുരാൻ നല്ലപോലെ ക്ലാസ് എടുക്കാതെ ഒരാൾ ഇവിടുന്ന് പിരിയുമെന്ന് വിചാരിക്കണ്ട. ഞാൻ അവനെ ഇറക്കി പോടിയിൽ ഇരുത്തുവെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ പെട്ടെന്ന്. ഞാൻ അവിടെ എൻ്റെ ആവേശം കൊണ്ടൊരു വാക്ക് പറഞ്ഞേച്ചു പോകാം. അബ്രഹാം ആനെ കൊണ്ട് കയറ്റം. ഈ പുള്ളിക്ക് നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ അബ്രഹാമിനോട് ചോദിക്കുന്നു, അബ്രഹാമേ അങ്ങേക്ക് എന്താ ടെൻഷൻ ഇല്ലാത്ത? മോനെ ചാരമാക്കാൻ പോകല്ലേ? അബ്രഹാം പറയും, മോറിയയിലെത്തി എൻ്റെ മോനെ ചാരമാക്കിയാൽ എൻ്റെ വിശ്വാസം ചാരത്തെ മകനാക്കും. അതിൻ്റെ അർത്ഥം എന്തറിയോ? ഫെയ്ത്തിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. ഓ, എന്നെ ഉണങ്ങിയ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിനകത്ത് സൊല്യൂഷൻ ഇല്ലേ? മൈറ്റി ഗാഡ്. എനിക്ക് തുള്ളി ചാടാൻ തോന്നുന്നുണ്ട് കേട്ടോ, ശരിക്കും. റിയലി ഐ എം സോ ഹാപ്പി. ഭയങ്കര ആത്മസന്തോഷം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഏത് വിഷയത്തിനാണ് വിശ്വാസത്തിൽ പരിഹാരം ഇല്ലാത്തത്? പോട്ടെ, ഞാനത് വിട്ടേക്കാം. അബ്രഹാമിന് ക്ഷാമം ഉണ്ടായി, അബ്രഹാം ഓടി. ഇസാക്കിന് ക്ഷാമം ഉണ്ടായി, ഇസാക്ക് ഓടി. യാക്കോബിന് ക്ഷാമം ഉണ്ടായി. പറ, ഇവരോട് ആരോടും ദൈവത്തിന് പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ലായിരുന്നു. നല്ല ബിലിവേഴ്സായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? ഒന്നുകൂടെ പറയട്ടെ. നല്ല വിശ്വാസികളായിട്ടും ക്ഷാമം വന്നപ്പോൾ ഓടി. എന്നാൽ ഇവരുടെ വീട്ടിലൊരു കൊച്ചുമോനുണ്ടായി, പേര് യോസഫ്. പുള്ളി ക്ഷാമം വന്നപ്പോൾ ഓടിയില്ല, ക്ഷാമത്തെ കൈകാര്യം ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, പാസ്റ്റർ എൻ്റെ തെറ്റാണ്, എന്നൊന്ന് തിരുത്തി തന്നാട്ടെ. യോസഫിന്റെ ദൈവത്തെ തന്നെയല്ലേ അബ്രഹാമും സേവിച്ചത്? അപ്പൊ അബ്രഹാമിന്റെ കാലത്ത് പരിഹാരം ഇല്ലായിരുന്നോ? ചേട്ടാ, അപ്പൊ തിരിഞ്ഞു നിൽക്കാൻ തയ്യാറായില്ല, അത്രേ ഉള്ളു കാര്യം. ചിലരങ്ങ് അനുഭവിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ പിന്നെ തമ്പുരാൻ ഓർക്കും, ഓടിക്കോട്ടെ, ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് ഓർക്കും. തിരിഞ്ഞു നിൽക്കാൻ ഒരു യോസഫ് എഴുന്നേറ്റാൽ ആ ചരിത്രം ദൈവം മാറ്റി എഴുതും. ഇന്ന് പകൽ, ഇത് 12ാമത്തെ പകലാണ്. ഈ പുസ്തകത്തെ തൊട്ട് ഞാൻ പറയാം, അഭിഷേകത്തിൽ തിരിഞ്ഞു നിൽക്കാൻ നീ തയ്യാറായാൽ നിന്റെ വീടിന്റെ ചരിത്രം ഇന്ന് ദൈവം വേറെ ഒന്നാക്കി മാറ്റാൻ പോവാ. നല്ലപോലെ ഒന്ന് കൈ അടിച്ച ദൂതനോട്, നിന്റെ വീടിന്റെ ചരിത്രം, നിന്റെ തലമുറയുടെ ചരിത്രം, നിന്റെ സഭയുടെ ചരിത്രം, തിരിഞ്ഞു നിൽക്കാൻ നിന്റെ വീടിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ചില ശാപങ്ങളോട്, ചില പോരാട്ടങ്ങളോട് തിരിഞ്ഞു നിൽക്കാൻ, ചില രോഗങ്ങളോട് തിരിഞ്ഞു നിൽക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പ്രസംഗിക്കുക എന്തിനാണെന്നറിയാമോ? നിന്റെ പ്രോബ്ലത്തിന് മുമ്പിൽ നീ വണ്ടിക്കൂലി എടുത്ത് പ്രവാചകന്റെ വീട് തപ്പാതെ നിന്റെ വീട്ടിൽ നിൽക്കുന്ന ചിലതിനെ നേരിടാൻ
നിന്റെ തലമുറക്കെതിരെ നിൽക്കുന്ന ചിലതിനെ അഭിഷേകത്തിൽ നേരിടാൻ ഒന്ന് നല്ലായിട്ട് ആരാധിച്ച്, നല്ലായിട്ട് തിരുവനന്തപുരത്ത് വാഴുന്ന അന്ധകാരത്തിനെതിരെ അഭിഷേകത്തോടെ നിൽക്കാൻ സ്വന്തം കൊച്ചും മതവിളകിയ ആനയുടെ മുമ്പിൽ ചെന്നാൽ ലോകത്തിൽ ഒരമ്മയ്ക്കും ആനയെ പേടിയില്ല. നിങ്ങൾ കേട്ടില്ല? സ്വന്തം തലമുറ ഒറ്റയാന്റെ ഫ്രണ്ടിൽ ചെന്നാൽ ഒരമ്മയ്ക്കും ആനയെ പേടിയില്ല. ആന വലുതായതുകൊണ്ടോ ചെറുതായതുകൊണ്ടോ അല്ല, ഭയത്തെക്കാൾ വലിയ സ്നേഹം കിടക്കുകയാ. അവൻ ചിലതിനെ നേരിടാൻ ഇന്ന് പകലൊരു അഭിഷേകം. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കും ദൈവമക്കളെ. റബത്തന മർദ്ദന വേദ ജനാദിയ അംധന. ഇന്ന് പകൽ ചിലരുടെ മേൽ അഭിഷേകം വീഴുകയാ. ചിലരുടെ മേൽ ഇന്ന്, നാളെയല്ല, ഇന്ന്, ഇപ്പോൾ ചില തലമുറകളുടെ ഭാവി തിരിയുകയാ. ചിലതിന്റെ ഭാവി തിരിയുന്ന നല്ലൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ വായിച്ച കുറിവാക്യം ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് മതി ആന്റി. ആ ചോദ്യത്തിന്റെ പുറകിലെ കാരണം എന്താ? അപ്പൊ ഈ വീട്ടിൽ ചെന്ന് ഉച്ച കഴിഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം തൊട്ടൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിര്, നിർബന്ധമില്ല. നോക്ക്, 13-ാമത്തെ അധ്യായം. അത്താഴത്തിൽ നിന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന യേശു. അധ്യായം 14. ചരിത്ര പ്രാധാന്യമുള്ള സമാനതകളില്ലാത്ത 3 വാഗ്ദത്തങ്ങളുടെ കൈമാറ്റമാണ് 14-ാം അധ്യായം. എന്താ 3 വാഗ്ദത്തങ്ങൾ? 1, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. 1. 2, എൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 3, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരിക്കലും മറക്കരുത്. പ്രൗഢഗംഭീരമായ 3 വാഗ്ദാന കൈമാറ്റങ്ങളാണ് 14-ാം അധ്യായം. 1, ആമേൻ, വാസസ്ഥലമുണ്ട്. 2, എൻ്റെ നാമം ഹല്ലേലൂയ, ശാരോനിലെ പനിനീർ പുഷ്പം പോലെയുള്ള എൻ്റെ നാമം, കരുതുന്ന എൻ്റെ നാമം, എല്ലാ നാമത്തിനും മേലായ എൻ്റെ നാമം. ആ നാമം അതാ അപ്പോസ്തലപ്രവൃത്തി 3-ൽ പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ നടക്കടാ. നാമം ഹല്ലേലൂയ. അപ്പൊ നാമം ഇരുന്നവനെ എഴുന്നേൽപ്പിക്കും. ആമേ, ആ നാമം ഇരുന്നവനെ നടത്തും. അപ്പൊ 1, വാസസ്ഥലം. 2, എൻ്റെ നാമത്തിന്റെ കൈമാറ്റം. 3, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേലിടും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 3 ദിവസം കിട്ടിയാൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ ഈ ദൂത്? ഹല്ലേലൂയ. അങ്ങനെ 14-ാമത്തെ അധ്യായം ആമേ 15-ാമത്തെ അധ്യായം. സ്നേഹക്കൂട്ടായ്മയുടെ ആവശ്യം. ആമേ, മുന്തിരിവള്ളിക്ക് കൊമ്പിലോട് ചേർന്ന് നിന്നിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല എന്നുള്ള യേശുവിൻ്റെ വളരെ വ്യക്തമായ അവകാശങ്ങൾ. അധ്യായം 16, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. അധ്യായം 17, യേശു കർത്താവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയുടെ 3 മേഖലകൾ. 1, യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, യേശു താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3, തൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടാൻ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് കർത്താവ് തന്നെയാണ്. അപ്പൊ ഈ ചർച്ച മെമ്പർഷിപ്പ് എടുക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയല്ലോ. കല്യാണം കഴിക്കാതെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചുമ്മാ ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു വീട്ടിൽ ഇരുന്ന് വെച്ച്, അല്ലെങ്കിൽ 18 വയസ്സുള്ള പെങ്കൊച്ചു വീട്, കർത്താവ് എൻ്റെ ഭർത്താവിന് വേണ്ടി ആ കൊച്ചിനെ പിന്നെ ജെല്ലിനെ തൂക്കിയിട്ട് ഇടിയായിരിക്കും. അപ്പോൾ
ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണേ, കല്യാണം കഴിയണം. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, കല്യാണം കഴിയണം. വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അവന് സ്നാനപ്പെടണം, അല്ലെ രക്ഷിക്കപ്പെടണം, സഭയെ വരണം. ഇതൊന്നുമില്ലാതെ ചുമ്മാ നാം അന്തരീക്ഷത്തിൽ പോലും ഇല്ലായിരുന്നപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ആരാ? നമ്മുടെ കർത്താവ്. എന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ ആ വാക്യൊക്കെ ഉണ്ടല്ലോ, ആന്റി ഇടയ്ക്ക് നോക്കുന്ന ഒരു സന്തോഷം ഇല്ല, ഇവരെന്നെ തെറ്റിദ്ധരിക്കും. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി, എന്നിൽ വിശ്വസിപ്പിക്കുന്നവർക്ക് വേണ്ടിയും. അതിൽ ഒരാള് ഞാനാ, ബാക്കി ആരാന്ന് എനിക്കറിയത്തില്ല. കുമരകം എന്ന കുഗ്രാമത്തിൽ മേക്കൂര പോലും ഇല്ലാത്തൊരു പെരക്കകത്ത് കൊടിയ ശാപത്തിന്റെ അടിയിൽപ്പെട്ട് കിടന്ന എന്റെ കുടുംബത്തെ പൊക്കി പുറത്തു കൊണ്ടുവന്ന്, എന്താ കാരണം? അന്നത്തെ പ്രാർത്ഥനയാ. അപ്പോട്ടെ, അപ്പൊ ഞാൻ ഈ ആ റൂട്ടിന് വേണ്ടി മാത്രം ഇത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. 13:33 ഒന്ന് വായിക്കാവോ? കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. ഇനി എന്നെ ഒന്ന് നോക്കാവോ? താഴോട്ട് മൊത്തം വായിച്ച് തീർക്കരുത്, ഒരു ശകലം അവിടെ ഇട്ടേക്കണേ. ഇനി എന്നെ ഒന്ന് നോക്കിയേ. 13:33 ആഴത്തിൽ നിങ്ങളുടെ അകത്തോട്ട് പതിയട്ടെ. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്യത്തില്ല? ഒച്ചത്തിൽ പറ, സഹായിക്കും പ്ലീസ്. കുറഞ്ഞോന്ന് കഴിഞ്ഞ് ഞാൻ 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്നലെ രാത്രി ചെന്ന് കടന്നത് 2 മണിക്കാണേ. അപ്പം നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കോട്ടുക വിട്ടാൽ ഞാനിവിടെ നിന്നുകൊണ്ട് ഉറങ്ങും. അതാ എൻ്റെ അവസ്ഥ. ഉപദ്രവിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോളൂ കുഞ്ഞുങ്ങളെ. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. എന്നിട്ട് യേശു ഒരു മിസ്റ്ററി പറയുന്നത് പോലെ ഈ സാധനം പറയുന്നത്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുകയില്ല. എന്നിട്ട് പറയുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുകയില്ല. അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയുമോ ഒരു സാധനം? നിങ്ങൾ കേട്ടില്ല അല്ലേ? ഒന്ന് സഹായിക്കാവോ? ഞാനൊന്ന് താഴോട്ട് തന്നാൽ കുഴപ്പമുണ്ടാവോ? കുഴപ്പമില്ല. ഞാൻ പോകുന്നിടത്തോട്ട് പറ, നിങ്ങൾക്ക് വരാൻ പറ്റുകയില്ല. അപ്പൊ ഇത് യേശുവിൻ്റെ യൂദായിനെ വിട്ടേര്. എന്തിനാ വെറുതെ നമ്മൾ ആ ചേട്ടനെ പിടിച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ബാക്കി 11 പേരുടെ കാര്യം എടുക്ക്. ഈ 11 പേരോടാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്നിടത്തോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുകയില്ല. അപ്പൊ യേശു പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടങ്ങ് വിട്ടാ പോരെ ആ വിഷയം. നിങ്ങൾക്ക് വരാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ, എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഒരു വല്ലാത്ത മനുഷ്യനുണ്ട്, പേര് പത്രോസ്. ഇനിയാണ് നമ്മൾ വായിക്കേണ്ടത് 36-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്. മതി ആന്റി, നിർത്തിക്കേ. 11 പേരോടാ പറഞ്ഞ ഞാൻ പോകുന്നിടത്തോട് നിങ്ങൾക്ക് വരാൻ പറ്റുകയില്ലെന്ന്. ബാക്കി 10 പേർക്ക് പരാതിയുണ്ടോ? ഒന്ന് മൂളത്. ഈ ഞായറാഴ്ച സഭായോഗം ഇല്ല. കുറെ ആൾക്ക് എന്നെ സന്തോഷാന്നറിയോ? അന്ന് കല്യാണം കൂടി ഒരു കോഴയും. എന്നാൽ ഈ ദൈവത്തോട് പ്രതിപത്തിയുള്ള ഒരു 9 പേര് ചോദിക്കും, അതെന്നെ ഇല്ലാത്ത. ചിലർക്ക് എൻ്റെ സന്തോഷാന്നറിയാം. അയ്യോ സ്തോത്രം. എന്നാളൊരു അച്ചായൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു എവിടെ ആരാധിക്ക് വേണം? ഞാൻ പറഞ്ഞു ഇന്നടത്താ. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് നല്ല ദൂരമാണല്ലോ. പക്ഷേ എന്നാ ദൂരമാണല്ലോ, അവിടെ കൃത്യസമയത്ത് നിർത്തുമെന്ന് പറഞ്ഞു. ചിലർ സഭയുടെ യോഗ്യത കാണുന്നത് എന്നാന്നറിയോ? പറ. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്നാ ഇതാക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിതൊക്കെ എല്ലായിടത്തും പറയാം. എന്തുകൊണ്ടോ ആളുകൾക്ക് എന്നോട് വൈരാഗ്യം വരുന്നില്ല. നീ നന്നാകില്ലെന്ന് തീരുമാനിച്ചിട്ടാണോ അതോ അവനെന്നെങ്കിലും പറഞ്ഞിട്ട് പോട്ടെന്ന് ഓർത്തിട്ടാണോ എന്നറിയത്തില്ല. ഒരു സത്യമല്ലേ ഞാനീ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളുടെ വയറിനകത്ത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രി കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മണിക്ക് തുടങ്ങും, 2:20 ആകുമ്പോൾ തീരുമെന്ന് പറഞ്ഞു. 2:20 ആകുമ്പോൾ ഈ വീട്ടുകാർ ചെന്ന് ഡോക്ടർ വാല് പറഞ്ഞ് സമയക്ലിപ്തത പാലിക്കണം. 2:20 അന്നേരം ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞു, കുത്തിക്കെട്ടിയില്ലെന്നുള്ള തുറന്നിരിക്കുമോ കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ഈ ക്ലിപ്തത പാലിച്ചത് കൊണ്ടാണ് ഈ പലതും തുറന്ന വയറും കൊണ്ട് നടക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ക്ലിപ്തത വേണ്ടെന്നാണോ? അല്ലെന്നേ, അതൊക്കെ വേണം. ഞാനൊരു സാധനം പറഞ്ഞത് മാത്രമേ. നമ്മൾ ഒത്തിരി ക്ലിപ്തി പോകുമ്പോഴല്ലോ
ഹല്ലേലൂയ. പോട്ടെ, ഞാൻ 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് പോലും എടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ അതിനു വേണ്ടി പറയുന്നതുമല്ല, എനിക്ക് ഇത്ര സമയം തന്നെ കൂടുതലാണ്. ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോ, 10 പേർക്ക് പരാതിയില്ലല്ലോ. എവിടെയാ നമ്മുടെ പരാതികൾ അസ്തമിക്കുന്നറിയോ? സ്നേഹം കുറയുമ്പോഴല്ലേ. നിങ്ങൾ കേട്ടില്ലല്ലേ? എവിടെയാ നമ്മുടെ പരിഭവങ്ങൾ ഇല്ലാതെയാകുന്നത്? നമ്മുടെ സ്നേഹത്തിന്റെ ആഴം കുറയുമ്പോഴല്ലേ. ഹല്ലേലൂയ. ഈ പത്രോസ് എന്ന് പറയുന്ന ആള് വേറൊരു സാധനമായി പുള്ളി. ഈ പുള്ളി അങ്ങോട്ട് ചെന്ന് യേശുവിനോട് ചോദിക്കുക, ഞാൻ വിശ്വാസത്തിന്റെ ചുവടിലോട്ട് നിൽക്കുക, യേശുവിനോട് ചോദിക്കുക, എവിടാ പോണേ? എന്റെ പത്രോസേ, 10 പേർക്കില്ലാത്ത ഈ ഡൗട്ട് എവിടുന്നാ ഇങ്ങേക്ക് വന്നേ? ഇങ്ങനെ ഒരു രോഗം ഈ പുള്ളിക്ക് പണ്ടേ ഉള്ളതാ. യേശു കർത്താവിനെ മഹാപുരോഹിതന്റെ മുറ്റത്ത് കൊണ്ട് നിർത്തിയല്ലോ, ഓർക്കുന്നില്ലേ? അന്ന് 10 പേരെ പരിക്കാത്തിരുന്നപ്പോഴല്ലേ ഈ പുള്ളി തന്നെ ഇറങ്ങിപ്പോയത്. അപ്പൊ ഈ പുള്ളിയുടെ പ്രത്യേകത എന്നറിയോ? ഈ പുള്ളി ആൾക്കൂട്ടത്തിന്റെ കൂടെ അല്ല. അന്ത്രയോസ് പാടിയില്ല, പാടാത്ത ഒരുത്തനല്ല ഇയാള്. മനസ്സിലായില്ല. അന്ത്രയോസ് പാടിയില്ല, പാടാത്ത ഒരു ഉണങ്ങിയ മനുഷ്യനല്ല പത്രോസ്. ആര് വന്നില്ലാലും ഞാൻ പോകും. കാര്യം അറിയാമോ? ഈ മനുഷ്യന്റെ ബന്ധം ഈ ആളുമായിട്ടാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആരെങ്കിലും കൈയടിക്കുന്നവര്, ആരെങ്കിലും ചാടുമ്പോ കൂടെ ചാടുന്നവര്, ആരെങ്കിലും. അപ്പൊ നമുക്ക് സ്വയമായിട്ട് ഒരു തീരുമാനമില്ല. അതൊക്കെ ഹാൻഡിക്യാപ്ഡ് ബിലീവേഴ്സ് ആണ്. ഓ ഹല്ലേലൂയ. ഇത് വ്യക്തിപരമല്ലേ? 12 പേര് ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ഒരുത്തനെ കറണ്ടടിച്ചാൽ 11 പേര് തുള്ളാന്ന് അവൻ ചിന്തിക്കില്ല. അവൻ ഒറ്റയ്ക്ക് കിടന്ന് പിടയ്ക്കും. കാരണം അവനല്ല, കാരണം കരണ്ട. ഹല്ലേലൂയ. ആരാധിക്കാൻ നീ കൂട്ടന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അഭിഷേകത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഏതെങ്കിലും ഒരാളുടെ കൂടെ അല്ല ആരാധന, ഇത് വ്യക്തിപരമാ. പോട്ടെ, വിട്ടേക്കാം. പത്രോസ് ചോദിച്ചു, നീ എവിടെട്ടാ പോണേ? ഇവിടെ കർത്താവ് പറഞ്ഞ വാക്കിനൊരു വ്യത്യാസം. ഒന്ന് വായിച്ചു, ഞാൻ പറയാം. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല. നിർത്ത്. ഈ വാക്ക് കുറച്ചു മുമ്പേ പറഞ്ഞല്ലേ? എന്റെ ദൈവമേ, ഒന്ന് മൂളന്നേ. ഈ സെയിം വാക്ക് മുമ്പേ പറഞ്ഞല്ലേ? അല്ലേ പാസ്റ്ററേ? സത്യത്തിൽ മുമ്പേ പറഞ്ഞല്ലേ, ഞാൻ പോകുന്നിടത്തോട് നിങ്ങൾക്ക് വരാൻ പറ്റുകയായിരുന്നു. ഒരു 4-5 വാക്യത്തിന് മുമ്പ് പറഞ്ഞല്ലേ? ആ സെയിം വാക്ക് യേശു പിന്നെയും പറയുക. എന്നിട്ട് നിർത്തിയോ? ഇല്ല. ബാക്കി എന്നാ പറഞ്ഞു നോക്കിയേ? പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. അവനോട് മാത്രമാ പറഞ്ഞത്, ആ ഏരിയയിൽ നീ ഒരു ദിവസം വരും. ഇത് 10 പേർക്കുള്ള ദൂതല്ല, ഇത് പത്രോസിനുള്ള ദൂതാ. ആരും എത്താത്തടത്ത് നീ എത്തുമെന്ന്, ആരും തൊടാത്ത ചില മേഖലയെ നീ തൊടുവെന്ന്, ആരും ചെയ്യാത്തത്. ഇതിനകത്ത് ആരൊക്കെയോ ഇരിപ്പുണ്ട്. എന്നോട് ദൈവം പറയുന്നു, ആരും ചെയ്യാത്ത ചിലത് ചെയ്യാൻ. ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോടോ പറഞ്ഞ് ദൈവം നിർത്തുകയല്ല, അടുത്തൊരു തലമുറയോട് ദൈവം ഇടപെടുകയാ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് കാര്യം ചോദിക്കട്ടെ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള അപ്പച്ചന്മാരുടെയൊക്കെ
കാലഘട്ടത്തിൽ ഉറുമ്പിന് DDT പോരായിരുന്നോ? മതിയായിരുന്നു. ഇപ്പൊ ഉറുമ്പിന് DDT ഇട്ടാൽ DDT ഉറുമ്പിന് ബിരിയാണി പോലെയാ, തിന്നേച്ച് കിടന്നുറങ്ങും. ഉറുമ്പ് ഇമ്മ്യൂണിറ്റി പ്രാപിച്ചിട്ട് നിന്റെ അഭിഷേകം നീ അപ്ഗ്രേഡ് ചെയ്തില്ലല്ലേ? നിങ്ങൾ 77-ലെ പേന കത്തിക്കൊണ്ടിരുന്ന തിരുവനന്തപുരത്തെ പിശാചൊക്കെ വളർന്നുപോയി. കേരളത്തിലെ നാട്ടുരാജാക്കന്മാരെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കുന്തം കൊണ്ട് ചെന്നു. അവരുടെ ഇരിക്കുന്ന തോക്കല്ലേ? ഹോളി സ്പിരിറ്റിൽ നിങ്ങളുടെ മേൽ എന്തുകൊണ്ട് അപ്ഗ്രഡേഷൻ സംഭവിക്കുന്നില്ല? പണ്ട് കല്ലിൽ അരച്ചവരെല്ലാം മിക്സിക്കകത്ത് അരച്ചില്ലേ? അപ്പൊ നിങ്ങളുടെ അടുക്കള അപ്ഗ്രേഡ് ചെയ്തില്ലേ? നിങ്ങളുടെ കട്ടില് മാറിയില്ലേ? മെത്ത ചേഞ്ച് ആക്കിയില്ലേ? മിണ്ടുന്നില്ല. നിങ്ങളുടെ തറ ചേഞ്ച് ആക്കിയില്ലേ? എന്തുകൊണ്ട് ആത്മാവിൽ മാത്രം നിങ്ങൾക്കൊരു മുന്നേറ്റം ഇല്ലാത്തത്? നിങ്ങൾ ഞാനീ പറയുന്ന ദൂതിനൊന്നും ദുർവ്യാഖ്യാനം ചെയ്യരുത്. അവൻ ന്യൂ ജനറേഷൻ ആണ്. അവൻ ആത്മാവിൽ കോക്കാമ്പീച്ച. ഞാൻ ഒരു കോക്കാമ്പീച്ചയെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ഒരു ന്യൂ ജനറേഷൻ അല്ല. 95-ൽ ബൈബിൾ കോളേജിൽ ഇറങ്ങിയ ആളാ ഞാൻ ആ ജനറേഷൻ അല്ല. PM ബസാറിന്റെ ചോട്ടിൽ പോയി ദൈവവചനം പഠിച്ച ആളാ. അമ്മ എന്നെ ഒരു 20 വർഷം മുമ്പ് അറിയത്തില്ലേ? വാസ്തു തലയാട്ടി ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഈ പുസ്തകമാ പറയുന്നെന്ന് എന്താ മനസ്സിലാക്കാൻ വയ്യാത്തത്? ഹല്ലേലൂയ. ആത്മാവിൽ ഒരടി കയറുകയില്ല. ഹോളി സ്പിരിറ്റിൽ ഒരടി മൂവ് ചെയ്യുകയില്ല. വീട്ടിലുള്ളതെല്ലാം മാറി, ഡ്രസ് മാറി, ഡ്രസ് കോഡ് മാറി, വീടിന്റെ ഷേപ്പ് മാറ്റി, അടുക്കള മാറ്റി. ആത്മാവ് ഇപ്പോഴും 63. ഏലീശ ചോദിച്ചു, തെറ്റായി പോയോ ഇരട്ടി പങ്ക്? ഏലിയാവിനെ ചോദിക്കണം, എന്നൊക്കെ വലിയവനാകുന്നോടാ അഹങ്കാരി, തറ ചവിട്ടി നിൽക്കടാ എന്നൊന്നും ഏലിയാവ് പറഞ്ഞില്ല. കാര്യം എന്നറിയോ? ഏലിയാവിനറിയാം കാലഘട്ടം വേറെയാ. നിങ്ങൾ പറ അമേ. നിങ്ങളുടെ ദൈവദാസന്മാർ, ഞാൻ ഈ MA വർഗീസ് പാസ്റ്ററിനെ എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയാം. അദ്ദേഹം ഒരു ഉന്നതമായ സ്ഥലത്തിരിക്കുന്ന ആളെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത്ര പതിറ്റാണ്ടുകൾ ശിശു കുടിച്ചിട്ട് എന്തുകൊണ്ട് ഔട്ടായില്ല? ആത്മാവിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടല്ലേ? അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, അഭിഷേകത്തിൽ നിങ്ങൾ ചേഞ്ച് ആവട്ടെ. MBBS പഠിക്കുന്ന പിള്ളേരോട് അമ്മമാരും അപ്പന്മാരും സ്നേഹത്തോടെ പറയും, മക്കളെ MBBS പോകാനാണോ? അതെ, എനിക്ക് MBBS പോകാനാ. അവസാനം അടുത്ത പറഞ്ഞൊരു വാക്ക്, മരിക്കുന്നത് വരെ പഠിക്കണമെന്ന്. നിങ്ങൾ ഏത് നാട്ടുകാരാ? എന്നാ അമ്മമാര് പറയുന്നത്? മരിക്കുന്നത് വരെ. അതിന്റെ അർത്ഥം എന്നാ? രോഗത്തിന്റെ സ്വഭാവം മാറുന്നു, രോഗാണുവിന്റെ അതിജീവനങ്ങൾ ഉണ്ടാകുന്നു. 78-ലെ പാരാസിറ്റമോൾ കൊണ്ടിരുന്ന മോള് പെരക്കാത്തിരിക്കും. തിരുവനന്തപുരത്തെ പിശാചിന്റെ തന്ത്രങ്ങൾ മാറ്റിയെങ്കിൽ ദൈവമക്കളുടെ യുദ്ധമുറ മാറ്റണം. ആ പകർച്ച സഭയുടെ മേൽ വീഴട്ടെ. ഞാൻ ഒരു വാക്ക് പറഞ്ഞ ദൂതിൽ നിന്ന് വിടുകയാ. ദാവീദേ, എന്താ നിന്നെ കൊണ്ട് വാളടിപ്പിക്കാഞ്ഞത്? ദാവീദേ, എന്തുകൊണ്ടാ നിന്നെ കൊണ്ട് വാളടിപ്പിക്കാഞ്ഞത്? മറുപടി
വെട്ട് ചെല്ലുന്നിടത്തെല്ലാം ഗോലിയാത്തിന്റെ ദേഹത്ത് പടച്ചട്ടയുണ്ട്. എന്തിനാ നിന്നെ കൊണ്ട് കല്ലടിപ്പിച്ചെന്നറിയാമോ? അവന്റെ നെറ്റിയിൽ ഒരു ഇടയുണ്ട്. അവൻ അഭിഷേകം ഒരു തലമുറയുടെ മേൽ വീഴട്ടെ. ഇതൊരു സാധാരണ പകലല്ല. ചെലവിന്റെ മേൽ അസാന്നിധ്യം വീഴട്ടെ. ഞാൻ ആ വാക്കോട് നിർത്തി, എനിക്കത് അടുത്ത് പിടിക്കാനുള്ള സമയമില്ല. എന്നോട് ദൈവാത്മ പറയുന്നു ഇങ്ങനെ പറയാൻ. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ പിന്നത്തേതി വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? യേശു കൈയടക്കുന്ന ചില സോണുകളിലേക്ക് പത്രോസുമാർ എൻ്റർ ചെയ്യുന്ന ഒരു കാലം വരും. എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല. ഐ എം സോറി. യേശു മാത്രം ഓപ്പറേറ്റ് ചെയ്ത ചില മേഖലകളിലേക്ക് അടുത്തൊരു തലമുറ കയറുന്ന ഒരു സമയം വരും. Oh God. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ക്ഷീണമുള്ളവർ, പ്രായമുള്ളവർ, കാലിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇരുന്നോളൂ. അല്ലാത്തൊരു ആരോഗ്യമുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ പ്ലീസ്? എനിക്ക് ഇതിൻ്റെ ഒളിച്ചിട്ട് തരാമോ? ഫീഡ്ബാക്കിൻ്റെ ഒളിച്ചിട്ട് തരാമോ? ഇതിൻ്റെ ഒളിയും തരാമോ? ആ ഇതിൻ്റെ മാത്രം എഴുന്നേറ്റ് നിൽക്കാവോ? ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഞാൻ വളരെ വളരെ ആഴമായിട്ട് എൻ്റെ അമ്മയെപ്പോലെ, എൻ്റെ അപ്പനെ പോലെ, സഹോദരങ്ങളെപ്പോലെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. നമ്മൾ ആത്മമണ്ഡലത്തിലൊരു പാഴ്വസ്തുവാണോ സത്യത്തെ? 3 കൊച്ചിൻ്റെ വിദ്യാഭ്യാസത്തിനും ഒരച്ചാൻ്റെ പാൻ്റലക്കാനും അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളവർക്ക് വേലയെടുത്ത് കൊടുക്കാനും വേണ്ടി മാത്രമായിരുന്നോ നമ്മുടെ ഈ ജന്മം? എൻ്റെ ചോദ്യം ഇച്ചിരി കടുപ്പായി പോയോ? സ്വർഗീയ വെപ്പൺ എന്തോ ഉണ്ട് കയ്യിൽ. എൻഡ് ടൈം റിവൈവലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഏത് വെപ്പണുണ്ട് കയ്യിൽ? എന്തുകൊണ്ടൊരു അപ്ഗ്രഡേഷൻ നടക്കുന്നില്ല? എന്തുകൊണ്ടൊരു ആത്മീക മുന്നേറ്റം നടക്കുന്നില്ല? നിങ്ങൾക്ക് ഈ കാലിന് ബുദ്ധിമുട്ടില്ലാത്ത എത്ര പേരുണ്ട്? ശകലൊന്ന് മുമ്പോട്ട് അടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ ബൈബിളൊക്കെ അവിടെ വെച്ച് ഈ PMG സഭ, അനുഗ്രഹിക്കപ്പെട്ട സഭ, ആരുടെയും ബാഗ് വേറെ ആരും കൊണ്ടുപോകുകയില്ല. അതോർത്ത് ആരും പേടിക്കണ്ട. അഥവാ ബാഗ് നഷ്ടപ്പെട്ട തോസൂട്ടി പാസ് മേടിച്ചു തരും. പ്രായമുള്ളവർക്ക് മുമ്പോട്ട് വരാൻ മടിയുണ്ടെങ്കിൽ ഒരു കൊച്ചി ഇറക്കാൻ അവിടെ കിടന്ന് അലക്കുന്നതിന് ഫ്രണ്ട് ഇപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിന്നോണം, എനിക്ക് പരാതിയില്ല. എനിക്കങ്ങനെ നിങ്ങളവിടെയൊക്കെ നിന്നോ, എനിക്ക് കുഴപ്പമില്ല. ഏതായാലും നെഞ്ചുവേനെടുത്ത് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറിന് പ്രായം നോക്കാറില്ലല്ലോ. ദൈവാസമരം ഒടിഞ്ഞോട്ട് വാ. ദൈവാസമരം നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ വാക്കിൻ്റെ എൻ്റെ ഉള്ളിലൊരു, നിങ്ങളൊക്കെ വിലപ്പെട്ടവരും ശ്രേഷ്ഠരുമാണ്. റിയലി ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എവിടെയോ ഈ തുരുമ്പടിച്ച ആയുധങ്ങളും കൊണ്ടുള്ള നമ്മുടെ യാത്ര നമ്മളെ തന്നെ അലോസരപ്പെടുത്താറുണ്ട് പലപ്പോഴും. എന്നോടൊരു ദേവാസം പറഞ്ഞു, എൻ്റെ ശുശ്രൂഷ ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? അതൊരു ചർച്ച ഭയങ്കര ഒച്ചയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇടൂ കള്ള് ഷാപ്പിൽ ഒച്ച ഉണ്ടാക്കാടൂ. ഒച്ച ഉണ്ടാക്കുന്നതാണോ അനുഗ്രഹത്തിൻ്റെ? 50 പേര് ഒരു 20 വർഷം 10 വർഷം പെന്തിക്കോസിലിരുന്നവർക്ക് പ്രസംഗകന് ഒച്ച വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കാൻ അറിയാമല്ലോ. അപ്പം അത് ഉണർവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണോ? എൻ്റെ ചോദ്യം നിങ്ങളോടാ. ഞാൻ ആരെ ക്രിട്ടിസൈസ് ചെയ്യല.
നിങ്ങൾ ഹോളി സ്പിരിറ്റിന്റെ അപ്ഗ്രഡേഷൻ സംഭവിച്ചിട്ടുണ്ടോ സത്യത്തിൽ? എവിടെ നിങ്ങളുടെ ആത്മമനുഷ്യൻ ചേഞ്ച് ആയിട്ടുണ്ടോ? എവിടെയെങ്കിലും? എൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഏലിയാവ് പുതപ്പ് മടക്കി യോർദാനെ അടിച്ചു എന്ന് വാക്യമുണ്ട് അല്ലേ? ഇല്ലേ? നമ്മൾ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നത് ഉറങ്ങാൻ പോകുമ്പോഴാണോ ഉറക്കം കഴിയുമ്പോഴാണോ? ആലോചിക്കുക അല്ലേ? ഏലിയാവ് പണി നിർത്തി മടക്കിയതാ. എന്നാൽ ഏലീശ പുതപ്പ് മടക്കി അടിച്ചെന്ന് പുസ്തകത്തെ വാക്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സീസണിൽ ഒരു മടക്കുന്നതിനെ അടുത്ത സീസണിലുള്ളവരെ ദൈവം വിളിച്ചത് നിവർത്തി അടിക്കാനാണ്. ഒരു കൂട്ടർ വേണ്ടെന്ന് പറയുന്നതിനെ ഓപ്പൺ ചെയ്യാൻ ദൈവം വേറൊരു കൂട്ടരെ വിളിക്കുക. യേശു പറഞ്ഞു, ആ സോണിൽ നീ കേറും. ആ സോണിൽ ഈ പണ്ട് കാലത്ത് ഒരു 10 വർഷത്തിന് മുമ്പ് പിള്ളേർ ചെയ്യുന്ന അതിക്രമമാണോ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്നത്? 10 വർഷത്തിന് മുമ്പ് നമ്മുടെ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡിലാണോ ഇന്ന് പിള്ളേർ നിൽക്കുന്നത്? അങ്ങനെയാണ് എങ്ങനെ 77 ആത്മസാന്നിധ്യം കൊണ്ട് ഈ തലമുറയെ മാനേജ് ചെയ്യാൻ പറ്റും? എങ്ങനെ തിരുവനന്തപുരത്തെ പിശാചിനോട് തട്ട് നിൽക്കാൻ പറ്റും? എങ്ങനെ ഈ വ്യാപാരത്തോടെ എതിർക്കാൻ പറ്റും? വിമർശിച്ച് വഴക്ക് പിടിച്ച് അവൻ ശരിയല്ല ഇവൻ ശരിയല്ല, സ്വയം നശിക്കുവല്ലേ, സ്വയം നശിക്കുവല്ലേ. എന്നിൽ ആത്മാവിൻ്റെ ഒരു പുതുക്കം ഉണ്ടാകാൻ വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ നിങ്ങളെ മുമ്പോട്ട് വിളിച്ചത് ഓരോരുത്തരുടെ തലയൊക്കെ വെച്ച് ദൂത് പറയാനല്ല, എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഐ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. എന്നിൽ അടുത്തൊരു സോൺ കർത്താവ് കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നീ കേറണം, ഇവിടെ നീ കേറണം. ഓ, നിങ്ങൾ കേട്ടില്ല? ഇവിടെ നീ കേറണം. ഉറച്ച നിലത്തൂടെ നടന്ന മോശനെ അല്ല ദൈവത്തിന് വേണ്ടത്, ഗലീലക്കടലിന്റെ മണ്ടയ്ക്ക് കാലുവെക്കുന്ന പത്രോസ്. അടുത്തൊരാത്മമണ്ഡലം തുറക്കാൻ, അടുത്തൊരാത്മമണ്ഡലം തുറക്കാൻ. ശ്രദ്ധിച്ചേ. എനിക്ക് നിങ്ങളുടെ കൂടെ ആരാധിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊരു 3 മിനിറ്റും കൂടെ നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മടുപ്പുണ്ടോ? ഇല്ലല്ലേ? ഒരു 3 മിനിറ്റ് പ്ലീസ്. ഒരു 3 മിനിറ്റ്. എംഎവറിക്സ് പാസ്റ്ററെ, എൻ്റെ ഈ ചെറിയ ശുശ്രൂഷ ഓട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് മത്തായി 25 എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അവിടെയാണ്. അവിടെ ഒരു ചോദ്യം, വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. മറുപടി ഇത്രയേ ഉള്ളൂ, മണവാളൻ്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്ര ആണോ? ക്രിസ്ത്യാനിറ്റിക്ക് വേറെ അർത്ഥതലങ്ങളൊന്നുമില്ല. ക്രിസ്ത്യാനിറ്റി കെട്ടിടത്തിലല്ല, വഴിയിലാണ്. അതുകൊണ്ട് നമ്മുടെ അപ്പച്ചന്മാർ പാടിയത് സിയോൻ സഞ്ചാരി എന്ന് പാടിയത്. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി എഴുതി മാർഗ്ഗക്കാരൻ, മാർഗം, വഴി. അപ്പച്ച നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? പ്ലീസ് അവിടെ പോയി ഇരുന്നോളൂ. ഓക്കെ, ഐ എം സോറി, എനിക്കത് കാണുമ്പോൾ ഒരു വിഷമം കൊണ്ട് ഞാൻ ചോദിച്ചാൽ. അവിടെ 3 വാക്കുകളുണ്ട് പാസ്റ്റർ എൻ്റെ അകത്ത് കയറി. ഒന്ന് കന്യക. കന്യക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുരുഷൻ തൊടാത്തവൾ. ആ വാക്കിൻ്റെ പച്ചയർത്ഥം തന്നെ പുരുഷൻ തൊടാത്തവൾ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ പച്ചയർത്ഥം അനിഷേധ്യമായ വിശുദ്ധ ജീവിതം, കോംപ്രമൈസ് ഇല്ലാത്ത വിശുദ്ധ ജീവിതം. 1000 പ്രസംഗം ഞാൻ വിശുദ്ധി പ്രസംഗിച്ചാൽ ഞാൻ വിശുദ്ധനാവുമോ? അപ്പൊ വിശുദ്ധി പ്രസംഗ വിഷയമല്ല, അത് ആചരിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. രണ്ടാമത് എക്സഡസ്, പുറപ്പാട്. എന്താ പുറപ്പാട്? വീട് വിട്ട് താക്കോൽ ഒക്കത്ത് വെച്ചോണ്ട് വരികയല്ല, വീട് വിട്ട് താക്കോൽ കളഞ്ഞേച്ച് വരണം. ഞായറാഴ്ച ചർച്ചിൽ ആരാധനയ്ക്കും വരണം. അവിടെ മരത്തിൽ നിന്ന് മാലബൾബും തൂക്കിയിട്ടുണ്ട് ഓണാഘോഷ പരിപാടിക്ക് അതിൻ്റെ സൈഡിൽ പോയി ഇരിക്കുകയും കൂടെ ചെയ്യണം. അത് നടക്കുകയാണോ? എന്നെ അടുത്ത യോഗത്തിന് വിളിക്കണ്ട, പക്ഷെ അത് നടക്കുകയല്ല. ഹല്ലേലൂയ. ചീട്ടുകളിക്ക് കൈ പറഞ്ഞു കൊടുക്കാനും പെന്തിക്കോസിനകത്ത് തമ്പറടി കൂടെ ഒരുമിച്ച് നടക്കുകയല്ല. അപ്പൊ പൗലോസിന്റെ ഭാഷ പറയാം, ബലഹീനവും ദരിദ്രവുമായ ആദ്യപടൻ. ഇനി ഒരു 2 മിനിറ്റ് കേട്ടാൽ മതി. വിളക്കിലും പാത്രത്തിലും എണ്ണ, അതൊന്ന് പറഞ്ഞേ. ഇവർ പോയത് 10 പേര്. ഈ സഭയിൽ 1000 പേരുണ്ടെന്നിരിക്കട്ടെ. 500 വെച്ച് 2 ആക്കി നിങ്ങളൊന്ന് ചിന്തിച്ചേ. 500 പേർക്ക് വിളക്കിലെ എണ്ണ മതി.
അതിനകത്ത് 500 പേര് പറഞ്ഞു ഈ അഭിഷേകം പോരാ. നിങ്ങൾ ആഴത്തിൽ കേൾക്ക്, എന്നെ വിധിക്കാതെ. 500 പേര് പറഞ്ഞു ഞങ്ങൾ പണ്ട് തൊട്ട് ഇത് മതി. 500 പേര് പറഞ്ഞു എന്നാന്നറിയോ? വിളക്കിലെ പരദയാസം വരെ എന്നെ സഹായിച്ചേ. അച്ഛാ വിളക്കിലെ എണ്ണ പോരാ. മാസ്റ്ററെ, അങ്ങ് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളല്ലേ, അഭിഷേകത്തിന്റെ പേരിൽ ഇവരുടെ മനസ്സ് രണ്ടായി. റൈറ്റ്? ആത്മാവിന്റെ പേരിൽ ഇവർ രണ്ടായി. എന്തിന്? വിളക്കിലെ എണ്ണ മതിയെന്ന് പറയുന്ന കുറെ പേർ, വിളക്കിലെ എണ്ണ തികയത്തില്ലെന്ന് പറയുന്ന കുറെ പേർ, ബാക്കി 5 പേര് കോംപ്രമൈസ് ചെയ്തോ? പറ, കോംപ്രമൈസ് ചെയ്തോ? നോ. അവരവസാനം ഗതികെട്ട് പറയുക, ഈ വിളക്കിലെ എണ്ണയ്ക്കകത്ത് കയറാൻ പറ്റുന്ന സ്വർഗത്തിൽ കയറിയാ മതിയെന്ന്. കൈ അടിച്ചില്ല, പോകുന്നില്ലെന്നേ സ്വർഗത്തിൽ. ഇത്ര അടിച്ചിട്ട് പോകുന്നിടത്തോട്ട് ഞങ്ങളെ കൊണ്ടുപോയാൽ മതി. പക്ഷെ എൻ്റെ പുസ്തകം ഞെട്ടിപ്പിക്കുന്ന ഒരു ദൂത് എഴുതി, 5 പേര് കൈവിടപ്പെട്ടു പോയെന്ന്. ഈ കൈവിടപ്പെട്ടു പോയ 5 പേര് വ്യഭിചാരികളാണോ? ഒന്ന് പറ. മോഹിച്ചവരാണോ? കൊല ചെയ്തവരാണോ? പെന്തിക്കോസിന്റെ ശാസ്ത്രത്തിൽ കർത്തൃമേശം മുടക്കാൻ പറ്റിയവരല്ല ഇവര്. ഇവര് ചർച്ചിൽ ആക്റ്റീവാ. പക്ഷെ എണ്ണയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. എന്റെ തമ്പുരാൻ കേറ്റിയില്ല. ഈ ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ ആത്മാവിന്റെ അപ്ഗ്രഡേഷൻ നടക്കണം. എല്ലാരും ഒന്ന് ആരാധിച്ച്. എന്റെ വാക്ക് കഴിഞ്ഞു, എന്റെ വാക്ക് തീർന്നു. പരിശുദ്ധാത്മാവേ, എല്ലാരും കൈയടിച്ചൊന്ന് അന്യഭാഷ പറയാവോ? അന്യഭാഷ പറയാവോ? അന്യഭാഷ പറയാവോ? നിർത്തരുത്, നിർത്തരുത്. ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ സഭയിൽ. ആത്മവ്യാപാരം ഇറങ്ങട്ടെ, ആത്മവ്യാപാരം ഇറങ്ങട്ടെ. താങ്ങാൻ കഴിയാത്ത പോരാ, പോരാ. അതെ, ചിലരുടെ ചുറ്റും കാറ്റടിക്കുന്നു, ചിലരുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വരുന്നു, ചിലരുടെ മേൽ ദൈവത്തിന്റെ ഗ്ലോറി വീഴുന്നു, ചിലരുടെ മേൽ അസാധാരണ മഹത്വം. Receive your anointing. Whoa, 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 whoa. കൈയടിക്ക്, 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 കൈയടിക്ക്. ധര 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 ധുര ധര ധര ധര. പന്ത്രണ്ടാമത്തെ ദിവസം വലിയ വിടുതലാണ്. ആമേൻ. നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം നിനക്ക് നിന്നെ വിട്ടുകൊടുക്ക്. നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട. ദിസ് ഈസ് യുവർ ടൈം. ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട. അളവറ്റ ദൈവശക്തി, അളവറ്റ ദൈവശക്തി, അത്യന്ത ശക്തി, അമിത ബലം, അമിത ബലം. യെസ്, യെസ്, അത്യന്ത ശക്തി. വീഴട്ടെ. സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. നിന്റെ ശുശ്രൂഷ മാറുന്നു, നിന്റെ ആത്മമണ്ഡലം. യെസ്, യെസ്, സ്വീകരിക്കുക, സ്വീകരിക്കുക. La Tarba Santoria Armada Lagatara Mazia Prabania Tiradaraya. Yeah, Jesus, Jesus. Yeah. Harka Maska Rakalkara Tirakara Uratara Durajara Vaidaraja. Nirtarda, 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 nirtarda. Pudiyayana, Pudiyayana, Pudiyayana. വാ തുറക്ക്, വാ തുറക്ക്, വാ തുറക്ക്.
പുതിയ എണ്ണ. അവൻ തിരുവനന്തപുരം ഇതുവരെ കാണാത്ത ഒരാത്മതലം തുറക്കുന്നു. പുതിയ എണ്ണ, പുതിയ ഉച്ചലരകജാരവനെ സംതലരകജാലപരാധരാജല ഋഗജാലപരാധരേ ജഗസംബരാധരാജലാധര ഉച്ചലരകജേരിബനെ ഋഗജാലപരാധരാജലാധര ഉച്ചലരകജാ റീബലരേ ജലഹംധരേ ഛടാധര റീബലാരകജാലപരാധരേ ജഗസംബരാധരാജലാധര. കർത്താവേ, പുതിയ ശക്തി പകരണമേ, പുത്തൻ ശക്തി, പുത്തൻ അഭിഷേകം, പുത്തൻ ശക്തി, പുത്തൻ പുത്തൻ കൃപ പകരണമേ. ആത്മാവിന്റെ നിർമ്മലമായ ശക്തി ഹല്ലേലൂയ ഏലിയാവിന്റെ മേൽ പകർന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി ശക്തി ഏലീശയുടെ മേൽ പകർന്നതുപോലെ ഒരു ഇരട്ടി അഭിഷേകം, ഒരു ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അത്യന്തമരമായ ശക്തി ഈ ജനത്തിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. അതിരെ ജഗലാദരാജല ഋഗാധവനവ ശംദല ജനാദരാജല ഋഗജാലഹംദരേ ദിഗജാലവരാധരാജല ഋഗജലവരധരാജലാധരാജലാധരാജല ഋഗരവസംധരാജരാധരാജലാധര ഋഗരവനവസംധരാജരാധരാജലാധര ഋഗജലവരാധരാജലാധര ചലരഗജലവരധരാജലധഗനവരധരവരധരാജല ഋഗജാലവരധനെ വിരവജാലഹത്തരാധരാധര ഒരു ഇരട്ടി അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അന്ത്യകാലഘട്ടത്ത്, ഈ അന്ത്യനാളുകളിൽ ഞങ്ങളുടെ ജനത്തിന്റെ മേൽ ഒരു ഇരട്ടി അഭിഷേകം, ഇരട്ടി അഭിഷേകം പകരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അത് ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. രോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രതികൂലങ്ങൾ ഓടി മാറുന്നതുകൊണ്ട് സ്തോത്രം, 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 സ്തോത്രം. സെരുബ്ബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ എത്ര ഉന്നതമായിരുന്നാലും നീ സമഭൂമിയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലാത്രേ എന്നുള്ള ചില ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്തമരമായ ശക്തി, അത്യന്തമരമായ ശക്തി, ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഋഗരാധരാജലാധരാജല ഋഗജാലവരാധരാജലാധര ഋഗജാലഹംദര് അതിര് ജഗനേരുപജ ഉച്ചളരഗജാലാധീരാവാനഹംദര് അതില് ഋഗജാലവരാധരാജലാധരാജലാധര ഋഗജലവരാധരാജലാധരാജലാധരാജലാധരാജല ീവരാധരാജനെ അധികാരവസന്തര് അതിലരകജാലപരാധര ഒതുക്കം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അത്യന്തമനമായ ദൈവശക്തി. കർത്താവിന് വേണ്ടി അധികം ഓടുവാൻ, അധികം അധ്വാനിക്കുവാൻ, കർത്താവിന് വേണ്ടി അനേകരെ നേടിയെടുക്കുവാൻ, ഐര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വലിയ അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, മാറ്റമില്ലാത്ത ദൈവശക്തി, ദൈവശക്തി, പുതുക്കം നൽകുന്ന അപ്ഗ്രേഡ് ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇവിടെ പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കണ്ണുകൾ അടച്ച ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ ഇടപെട്ടുകൊണ്ടിരുന്നു. ഒരു പുതുക്കം പ്രാപിക്കണമെന്ന്, ഒരു അപ്ഗ്രഡേഷൻ വേണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശക്തമായി നമ്മുടെ ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്നലെ ഹല്ലേലൂയ പ്രാപിച്ച ശക്തി ഇന്ന് പോരാ. ഹല്ലേലൂയ ഒരു പുതിയ ശക്തി പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്തെങ്കിൽ ദൈവ പൈതലേ, ദൈവജനമേ, ആ ദൂത് നമുക്കൊന്ന് ഏറ്റെടുക്കാം.
ഏറ്റെടുത്ത് ഹല്ലേലൂയ ദേവസന്നിധിയിൽ താഴാം, നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ യാചനയോടെ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് അടുത്തു ചെല്ലാം. ഈ ദൈവം നമ്മെ പിന്നെയും നിറയ്ക്കുവാൻ മതിയായവൻ. അല്ലെങ്കിൽ നീന്തിയിട്ടല്ലാതെ കിടക്കുവാൻ കഴിയാത്ത ഒരു വലിയ ആത്മീയ പ്രവാഹത്തിലേക്ക് വരുന്ന ദിവസങ്ങളെ ദൈവം നമ്മെ നടത്തുവാൻ പോവുകയാണ്. കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിച്ച ദൈവവൃത്തിയനോടുള്ള അതിൽ നന്ദി ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഹല്ലേലൂയ ശക്തമായി ഹല്ലേലൂയ ദേവദാസനെ ശക്തമായി ഉപയോഗിച്ചല്ലോ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവർക്കും ഹല്ലേലൂയ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ ദാസൻ ജോമൻ എബ്രഹാം പ്രാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന 12ാമത്തെ പകൽക്കാലം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലവും കർത്താവ് ഞങ്ങളോട് ഹൃദയമായി സംസാരിച്ചല്ലോ. പകരേണ്ട വിടുതലുകൾ സ്വർഗം പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായി ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ പുതുക്കത്തോടെ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന അഭിഷേകത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, ഇന്ന് പകൽക്കാലം പിന്നെയും പുതിയ ശക്തിയോടെ, പുതിയ ബലത്തോടെ, പുതിയ കൃപയോടെ കർത്താവെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ ഭക്തനെ ശക്തിയോടെ കലങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്നല്ലോ. ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടെ അങ്ങേ പിൻപറ്റുവാൻ, പ്രത്യാശയോടെ ചുവടുകൾ മുൻപോട്ട് വെക്കുവാൻ, ഭൗതിക ലോകത്തെ നോക്കിയല്ല നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച് ഞങ്ങളുടെ വൃദ്ധനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ആയിരങ്ങൾക്ക് ആശ്വാസത്തിനും വിടുതലിനും മുഖാന്തരമായി തന്റെ ഭക്തനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ 4 പേരെയും കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ബലത്തോടെ, പുതിയ കൃപയോടെ പിന്നെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായി ഭാഗികമായി മോസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ദിവസങ്ങൾ ദൈവസഭയുടെ മേൽ ഒരു വലിയ ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് സ്വർഗം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുത്തൻ ഉണർവിലേക്ക്, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് ദൈവം സഭയായി, പ്രസ്ഥാനമായി ഞങ്ങളെ നയിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, ഈ തിരുവനന്തപുരം പട്ടണത്തിലല്ല, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ദൈവമായ കർത്താവിന് വലിയ ഉണർവ് വ്യാപരിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ പിരിയട്ടെ. വൈകുന്നേരത്തെ സെഷനിലും കൃപ കൂടെ ഇരിക്കണമേ. എല്ലാ മഹത്വം അങ്ങെടുക്കും ക്രിസ്തു യേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. വൈകുന്നേരത്തെ മീറ്റിംഗ് കൃത്യം 6:30 മണിക്ക് തന്നെ തുടങ്ങുന്നതാണ്. എല്ലാവരും 6:30 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരണമെന്ന് കർത്താവിൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ.